Respected resource person, the coordinators of this program, Dr. Ampli and Dr. Jubi, my dear colleagues. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ റിമാർക്സ് മലയാളത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം ഇത്തരത്തിലുള്ള അക്കാഡമിക് വ്യായാമങ്ങളെല്ലാം, അക്കാഡമിക് എക്സസൈസുകളെല്ലാം തന്നെ നമ്മുടെ സെമിനാറുകളായാലും ശരി, ഡെലിബറേഷൻസ് ആയാലും ശരി, എല്ലാം റീജിയണൽ ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റം നടത്തണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആളാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക്, സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ആളുകൾക്ക് നമ്മളുടെ അക്കാഡമിക് ഡെലിബറേഷൻസ്, അക്കാഡമിക് വ്യായാമങ്ങൾ ഗുണകരമായി മാറണം എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രൊസീഡിങ്സ് എങ്കിലും നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലേക്ക് മാറ്റി മൊഴിമാറ്റം നടത്തി പ്രിന്റ് ചെയ്യേണ്ട കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബോധപൂർവം ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാവർക്കുമായി ഒരേപോലെ നമ്മുടെ മാതൃഭാഷയിൽ മനസ്സിലാകുന്നത് പോലെ ലോകത്തൊരു ഭാഷയിൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ആമുഖമായി തന്നെ ഇങ്ങനെ പറയുന്നത്. എല്ലാവരെയും റിസർച്ച് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ത്രിദിന FDP ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം കുറെ കാലങ്ങളായി നാം ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. പല തവണ നമ്മൾ ശ്രമിച്ചു, നടന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വന്നു. അതിന്റെ പിന്നിൽ വളരെ നല്ല രണ്ടു പേർ പ്രവർത്തിക്കുകയും ചെയ്തു. ഡോക്ടർ അംപ്ലിയും ഡോക്ടർ ജുബിയും അവരുടെ അശ്രാന്ത പരിശ്രമം, അവര് എൻ്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ തന്നെയും അവരുടെ അശ്രാന്ത പരിശ്രമം തന്നെയാണ് ഈ പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ 3 ദിവസത്തെ FDP പ്രോഗ്രാം അല്ലെങ്കിൽ FDP ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഫോർ അക്കാഡമിക് റിസർച്ച് എന്നുള്ളതാണ് തീം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ല. ഇപ്പോൾ വളരെ സുദൃഢവും വ്യക്തവുമായ സ്ട്രോങ് സപ്പോർട്ട് ഇത്തരണത്തിൽ റിസർച്ച് ഗവേഷണങ്ങൾക്ക് നൽകുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഡേറ്റ കളക്ഷൻ, അനാലിസിസ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ മുതൽ പ്ലാജറിസം ചെക്കിങ് വരെ ഇതിന്റെ സഹായത്താൽ നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് മാത്രമല്ല, റിസർച്ചിലുള്ള പ്രിസിഷൻ, ആക്യുറസിയും എഫിഷ്യൻസിയും കൂട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മളുടെ ഗവേഷണങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ 3 ദിവസത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് പരിചയപ്പെടുകയും പഠിക്കുകയും മാത്രമല്ല, ഇത് നമ്മുടെ മേഖലകളിൽ, നമ്മുടെ ഗവേഷണ മേഖലകളിൽ, നമ്മുടെ അക്കാഡമിക് തലങ്ങളിൽ, വ്യത്യസ്തമായ തലങ്ങളിൽ ഇത് പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടി, ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപക സമൂഹത്തിന് വ്യക്തമായ ബാധ്യതയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെ കൃത്യമായി ഇത് പഠിക്കുവാനും ഇത് പ്രയോഗത്തിൽ, ഇന്നിവിടെ കാണുന്ന ഈ പഠിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്ന് ആമുഖമായി പറയുകയാണ്. ഇന്ന് ഇത് നടത്തുന്നത് റിസർച്ച് സെല്ല് നയിക്കുന്നത് ഇത്തവണ ഈ 24-25 നയിക്കുന്നത് ഡോക്ടർ അംപ്ലി മെർലിനും ഡോക്ടർ ജുബിയും. അവരുടെ ഒരു അശ്രാന്ത പരിശ്രമമാണ് ഈ ഒരു പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കിയതെന്ന് ഞാൻ ആമുഖമായ വാക്കുകളിൽ പറഞ്ഞുവല്ലോ. തീർച്ചയായും അവരുടെ ഈ വലിയ പരിശ്രമത്തെ, വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ പറയാം. ഇതൊരു അക്കാഡമിക് ഇയറിന്റെ അവസാന പാദത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അതിന്റെ ഡസ്കിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഇത്തരം ഒരു പ്രോഗ്രാം നടത്തുകയും അത് അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് തന്നെ മൊത്തത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം നടത്തുകയും ചെയ്യുന്നതിനുള്ള അഭിനന്ദനം ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ഞാൻ അവരെ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. മാത്രമല്ല, ഇതിന്റെ ടെക്നിക്കൽ സൈഡുണ്ട്. ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കൂടി ഇതെങ്ങനെ നടത്തണം എന്നുള്ളത് ആലോചിച്ചപ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് ടെക്നിക്കൽ കമ്മിറ്റിയിൽ, ഞാൻ പേരെടുത്ത് പറയുന്നാൽ ടെക്നിക്കൽ കമ്മിറ്റിയിൽ എല്ലാവരും കൃത്യമായി ധാരണയോടുകൂടി തന്നെയാണ് എന്നോട് പ്രവർത്തിക്കുന്നത്.
എന്തെങ്കിലും ആവശ്യങ്ങൾ നേരിടുകയാണെങ്കിൽ ടെക്നിക്കൽ കമ്മിറ്റിയിലെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത് എന്നും കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. മാത്രമല്ല, ഏറ്റവും സന്തോഷം ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ദീർഘകാലങ്ങളായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് നമുക്കിന്നിവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. എനിക്ക് ഒഴവൂർ സെന്റ് സ്റ്റീഫൻസിലെ പല തലങ്ങളിലുള്ള ആളുകളുമായി, പ്രിൻസിപ്പൽ മുതലുള്ള ആളുകളുമായി അടുത്ത ബന്ധം ഉണ്ട്. ഞാൻ പലതവണ കോലഞ്ചേരിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ജാസിമുദ്ദീൻ സാറിന്റെ പ്രോഗ്രാം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇന്ന് കേരളത്തിൽ അദ്ദേഹം ഒരു UGC ലൈബ്രറിയനാണ്. അത് ഇന്ന് കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ബെസ്റ്റ് റിസോഴ്സ് പേഴ്സൺ എന്ന് പറയാൻ എനിക്ക് തെല്ലും ആശങ്കയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ അങ്ങേയറ്റം മോട്ടിവേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് തുടർന്നും ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ കോളേജിലെ അധ്യാപക സമൂഹത്തിന്, ഗവേഷണ സമൂഹത്തിന് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നേരിടുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ സഹകരണം തുടർന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാകണമേ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു നല്ല സെഷൻ അടുത്ത 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you, sir. Now I invite our resource person, Mr. Shamsuddin, to take up this section. Good morning, one and all. Good morning, sir. പ്രിൻസിപ്പൽ സാറ്, പിന്നെ ആന്റണി സാറോട് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു, മറ്റധ്യാപകര്. പ്രിൻസിപ്പൽ സാറ് പറഞ്ഞതുപോലെ 3 ദിവസം ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം 1 വർഷത്തോളമായിട്ട് AI ടൂൾസ് ഫോർ റിസർച്ച് ഫാക്കൽറ്റീസിന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് കണ്ടുവരുന്നത്, ഞാൻ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ നിങ്ങളെ പ്രോംപ്റ്റ് ചെയ്യുക, അതിന് സഹായിക്കുന്ന കുറെ ടൂൾസ് പരിചയപ്പെടുത്തുക. നമ്മൾ പബ്ലിക്കേഷൻസ് തീരെ കുറവുള്ള ഒരു സിറ്റുവേഷൻ ഫാക്കൽറ്റീസിന്റെ ഇടയിലുണ്ട്. പബ്ലിക്കേഷൻസ് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, 1 എഴുതാൻ സമയമില്ല, 2 എഴുതാൻ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഈ AI ടൂൾസിന്റെ എമർജൻസോട് കൂടി ഈ പബ്ലിക്കേഷൻ പ്രോസസ്സ്, റൈറ്റ് ഫ്രം ബ്രെയിൻ സ്റ്റോമിങ്, ദെൻ റൈറ്റിംഗ്, ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, പോസ്റ്റ് പബ്ലിക്കേഷൻ ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതെല്ലാം വളരെ ഈസി ആയിട്ടുണ്ട്. ബിലീവ് മീ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 1 വർഷമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അത്യാവശ്യം കുറെ AI ടൂൾസിന്റെ പെയ്ഡ് വെർഷൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അറൌണ്ട് ഒരു 40 to 50 ടൂൾസ് എനിക്ക് അറിയാം. അപ്പൊ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ലേറ്റസ്റ്റ് Q1 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, വെബ് ഓഫ് സയൻസിലും സ്കോപ്പസിലും Q1 ആയിട്ട് ഇൻഡെക്സ് ചെയ്ത്. അത് അത്യാവശ്യം ഞാൻ AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ ടൂൾസ് ഉപയോഗിക്കുന്ന എത്തിക്കലാണോ ഇല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിനെല്ലാം ആൻസർ നമുക്ക് സെഷൻസിൽ പറയാവുന്നതാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ചെയ്യാനുള്ളത്, 2 ഓൺലൈൻ സെഷൻസ് വെക്കാൻ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഈ അടുത്ത് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീരെ ന്യൂബീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഒരു ഇന്റർമീഡിയറ്റ് ആവറേജ് ലെവലിൽ ടൂൾസ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവും, എബോവ് ആവറേജ് നന്നായി യൂസ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും റൈറ്റ് ഫ്രം സ്ക്രാച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ 2 ഓൺലൈനും 1 ഓഫ്ലൈനും വെച്ചിരിക്കുന്നത്. ഈ ഓഫ്ലൈൻ സെഷനിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, അന്ന് ഈ 2 ദിവസം ഓൺലൈനിൽ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഒരു ആർട്ടിക്കിൾ ഫോർമാറ്റിലേക്ക്, അത് നിങ്ങൾ ഏത് ഡിസിപ്ലിനായാലും വിഷയമില്ല, കൊമേഴ്സ് ആയാലും സൈക്കോളജി ആയാലും ഇംഗ്ലീഷ് ആയാലും, ഒരു പുതിയ ടോപ്പിക്ക് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ലിറ്ററേച്ചർ കളക്ട് ചെയ്യുക, ജേണൽ സെലക്ട് ചെയ്യുക, ജേണലിന്റെ ടെംപ്ലേറ്റ് അനുസരിച്ചിട്ട് ആ ആർട്ടിക്കിള് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആ ഓഫ്ലൈൻ സെഷനിൽ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു 4 മാസം ആയി കാണത്തുള്ളൂ ഒരു സെഷൻ കഴിഞ്ഞിട്ട്. അത് 2 ഓൺലൈനും 1 ഓഫ്ലൈനും ആയിരുന്നു. 3ഓളം പേപ്പേഴ്സ് ആൾറെഡി പബ്ലിഷ്ഡ് ആണ് അവിടെ. അപ്പൊ അവരത് ടൂൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവരെനിക്ക് അപ്ഡേറ്റും തരുന്നുണ്ട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനും കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നന്നായി എഴുതാൻ അറിയുന്ന, നന്നായി റിസർച്ച് ചെയ്യാൻ അറിയുന്ന, നല്ല ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ചിലപ്പോൾ ഈ സെഷൻസ് ഒക്കെ ചിലപ്പോൾ ഒരു ബോറിംഗ് ആയി തോന്നാം. ബട്ട് നിങ്ങളും ഈ ടൂൾസ് ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ചാൽ യു ക്യാൻ ബിക്കം എ സൂപ്പർ ഹ്യൂമൻ അക്കാഡമിഷ്യൻ. ഇപ്പോൾ നിങ്ങൾ 10 ഇരട്ടി നിങ്ങളുടെ അക്കാഡമിക് ഔട്ട്പുട്ട് കൂട്ടാൻ ഇത്തരം ടൂൾസ് സ്ട്രാറ്റജിക് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം.
ലോകത്തുള്ള മറ്റ് റിസർച്ചേഴ്സ് AI ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അതായത് എൽസേവിയറിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് ഇൻസൈറ്റ് 2024 ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് AI എന്നുള്ള. ഇതൊരു PDF ഫയലാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10-60 പേജ് ഉണ്ട്. അപ്പോൾ സമയം കിട്ടുന്ന ആൾക്കാർ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ നല്ലതായിരിക്കും. സ്ക്രീൻ വിസിബിൾ ആണല്ലോ? സ്ക്രീൻ സൈസ് കൂട്ടണോ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ് സർ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതില് കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം, കീ ഫൈൻഡിങ്സ് മാത്രം. ഇത് കുറച്ച് ക്ലിനീഷ്യൻസിന്റെയും റിസർച്ചേഴ്സിന്റെയും ഇടയിൽ എൽസേവിയർ ഏകദേശം 3000 ആൾക്കാരുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. അല്ലേ നോക്കിയേ, 95% of researchers and 96% of clinicians think AI will help accelerate knowledge discovery. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം AI ടൂൾസ് നന്നായി യൂസ് ചെയ്താൽ ലഭിക്കുന്നത്. 2, 87% think that it will help increase work quality. വർക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളെ ഇന്ത്യൻസ്, പ്രത്യേകിച്ച് കേരളീയരൊക്കെ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ എഴുതുമ്പോൾ, മാനുസ്ക്രിപ്റ്റ് ജേർണൽസിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് കറക്ഷൻ നടത്തണം, ലാംഗ്വേജ് എഡിറ്റിംഗ് നടത്തണം എന്ന് എപ്പോഴും റിവ്യൂവർ കമന്റ് കിട്ടുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ ഒരെണ്ണം അയച്ചതിലും ലാംഗ്വേജ് എത്ര പോരാ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂവർ കമന്റ് വന്നു. AI ടൂൾസ് ഉപയോഗിച്ചത് പെർഫെക്റ്റ് ആക്കാൻ പറ്റും, പക്ഷെ ഞാൻ മനഃപൂർവ്വം അത് ചെയ്യാത്തതാണ്. അങ്ങനെ ഒരു കമന്റ് വരട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാ. എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ആ 3ാമത്തെ ഓഫ്ലൈൻ സെഷനിൽ പറഞ്ഞുതരാം. ദെൻ 85% of both groups means clinicians and researchers believe that AI will help free up time to focus on higher value projects. മറ്റ് പ്രധാനപ്പെട്ട കോർ ഏരിയയിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഈ AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ച്, ഇപ്പോൾ എഡിറ്റിംഗ്, പ്രൂഫ് റീഡിങ്, അല്ലെങ്കിൽ ബേസിക് അനാലിസിസ്, ഡാറ്റ ക്ലീനിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ AI ടൂൾസ് വെച്ച് ചെയ്യാം. നമ്മൾ കുത്തിയിരുന്ന് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ മേജർ കോർ ഏരിയയിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ട്രസ്റ്റഡ് കണ്ടന്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. AI ടൂൾസ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും സെഷൻസിൽ പറയാറുള്ളത്, യു ഷുഡ് ബി ഡബിളി കോഷ്യസ് ടു അസർട്ടൈൻ, ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഔട്ട്പുട്ട് ഫ്രം ആൻ AI ടൂൾ ഈസ് റിയൽ ഓർ നോട്ട്. അത് ചെക്ക് ചെയ്യണം, അതിന്റെ വെരാസിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കാഡമിക് കണ്ടന്റിലേക്ക് അത് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ വി ആർ പൊല്യൂട്ടിങ് ദ അക്കാഡമിക് അറ്റ്മോസ്ഫിയർ. ഹാലൂസിനേഷൻ എന്നാണ് ആ പ്രോബ്ലത്തിന്റെ പേര്. അത് എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്ന് മിസ്ഇൻഫർമേഷൻ. അതും ഈ AI ടൂൾസുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വായിച്ചു നോക്കിയേ, 95% of researchers along with 93% of clinicians believe AI will be used for misinformation. നമ്മൾ ഇപ്പം കാണുന്നുണ്ട്, ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വാർ ടൈം അല്ലെങ്കിൽ ഏത് സമയത്തും AI ജനറേറ്റഡ് മിസ്ഇൻഫർമേഷൻ ഒരുപാട് വെബിൽ വരുന്നുണ്ട്. ഇടയ്ക്ക് പെന്റഗന്റെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, ചൈനീസ്, ഇറാനിയൻ സ്പൈസ് ഒക്കെ ജെമിനി ഒക്കെ വ്യാപകമായിട്ട് ഇത് മിസ്ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാനും പ്രചരിപ്പിക്കാനും യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദെൻ ദിസ് വൺ, AI will cause critical errors. അതൊരു പ്രശ്നമായിട്ട് ഈ റിസർച്ചേഴ്സും ക്ലിനീഷ്യൻസും ഒബ്സർവ് ചെയ്തത് ഈ സർവേയിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രധാനമായിട്ടും ഈ AI-ന്റെ ഉപയോഗമായിട്ട് വരുന്നത്. ഈ റിപ്പോർട്ട് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക, ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കുന്നില്ല. ഇനി പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിൽ ആദ്യത്തത് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അത് വെച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹാലൂസിനേഷൻ മീൻസ് ഫേക്ക് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്. നമ്മുടെ AI ടൂൾസ് ഒക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു ട്രെയിനിങ് ഡാറ്റ ബേസ് ചെയ്താണ്. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് ബേസ് ചെയ്ത് കുറെ ഔട്ട്പുട്ട് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അക്കാഡമിക് ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം. ഹാലൂസിനേഷനെ പറ്റി ഒരുപാട് ലിങ്ക്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ലിങ്ക് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളത് പിന്നീട് ജസ്റ്റ് എല്ലാം വായിച്ചു നോക്കുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാം.
ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, വൈ ഡസ് ചാറ്റ് GPT ജനറേറ്റ് ഫേക്ക് റെഫറൻസസ്. നമ്മൾ പേപ്പർ എഴുതാൻ പോവാണ്, ഓഫ്ലൈനിന്റെ ലാസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് 5 to 10 ആൾക്കാർ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സാധാരണ അതിൽ ഒന്നുകൂടെ ഒരു ഫോളോ അപ്പ് ചെയ്താൽ ഒരു വിത്തിൻ 10 to 20 days കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് പ്രധാനമാണ്, അത് നിങ്ങൾ ചെയ്യണം. പക്ഷെ നമ്മൾ ഈ AI ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ഫേക്ക് റെഫറൻസസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇത് മക്വയർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ 2023 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ചെയ്ത, ചാറ്റ് GPTയുടെ ഫ്രീ വെർഷനെ ടെസ്റ്റ് ചെയ്ത ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു വെബ് പേജാണ് ഇത്. ഇതിൽ പുള്ളി ചെയ്തത് ഇതാണ്, പുള്ളി കൊടുത്ത പ്രോംപ്റ്റ് കമാൻഡ് ഉണ്ടോ, ഈ കമാൻഡാണ് പുള്ളി കൊടുത്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ടാണ് പുള്ളി ചെക്ക് ചെയ്തത്. എത്രത്തോളം ഫേക്ക് റെഫറൻസസ് ചാറ്റ് GPT പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നോക്കിയതാണ്. ആ പ്രോംപ്റ്റ് ഞാൻ വായിക്കാം, നിങ്ങൾ വായിച്ചു നോക്കുക. എല്ലാവരും വായിച്ചു നോക്കുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. സ്മാർട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞ സെക്കൻഡ് കൺസെപ്റ്റിലേക്ക് വരാൻ വേണ്ടിയാണ്. വാട്ട് ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ഡിസൈൻ മോഡൽസ് ഓർ അപ്രോച്ചസ് ആർ മോസ്റ്റ് ഹെൽപ്ഫുൾ ഫോർ സപ്പോർട്ടിംഗ് ദ ഡിസൈൻ ഓഫ് high school science lessons? Provide examples. Use at least 5 research papers from 2050 or later to justify arguments. References in APA format and include the reference list. Justify in 500 answer in 500 words. Do not use websites to justify arguments. Provide a critical response to the post above, citing at least one research article. Make the response 250 words. ഇതാണ് ഒരു ടിപ്പിക്കൽ പ്രോംപ്റ്റിന്റെ എക്സാമ്പിൾ. എങ്ങനെ നമ്മൾ ഒരു AI ടൂളിൻ്റെ അടുത്ത് ചോദിക്കുന്നു അതനുസരിച്ചിരിക്കും അതിന്റെ ഔട്ട്പുട്ട്. അപ്പൊ ഇത് ഒരു സ്മാർട്ട് പ്രോംപ്റ്റിംഗ്, സ്മാർട്ടായിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്ന അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ 1-2 സെന്റൻസിൽ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് ഒരു സെന്റൻസിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചോദിക്കുന്നത്, അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ബട്ട് അക്കാഡമിക് കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കോംപ്രിഹെൻസീവ് ആയിട്ട് ചോദിക്കുക. ഈ സ്മാർട്ട് പ്രോംപ്റ്റിംഗ് എങ്ങനെ പഠിച്ചെടുക്കണമെന്നുള്ള സിമ്പിൾ ടിപ്സ് ഉണ്ട്. നമ്മളിപ്പം ഗ്ലോബലൈസേഷനെ കുറിച്ചാണ് ഞാനത് കാണിച്ചുതരാം, ഡെമോ ആയിട്ട് കാണിച്ചുതരാം, ഇത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. എനിവേ ഇതൊരു സ്മാർട്ട് പ്രോംപ്റ്റിംഗിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ പ്രോംപ്റ്റ് ബേസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടി ഉണ്ടോ. അപ്പോൾ ആ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ഡിസൈൻ മോഡൽസ് ലിസ്റ്റ് ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് എൻക്വയറി ബേസ്ഡ് ലേണിംഗ്. ആ എൻക്വയറി ബേസ്ഡ് ലേണിങ്ങിനെ പറ്റി ഒരു സമ്മറി കിട്ടി. എന്നിട്ട് അതിന്റെ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ കിട്ടി ഉണ്ടോ. ഓതറിന്റെ സർനെയിം ഇയർ വെച്ച് കൊടുത്തിട്ട് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ കിട്ടി. സോ സെക്കൻഡ് വൺ ഈസ് ഗെയിം ബേസ്ഡ് ലേണിംഗ്. അതിനെക്കുറിച്ചും ഒരു സമ്മറി കിട്ടി, അതിന്റെ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ അവിടെ ഉണ്ട്. തേർഡ് വൺ, അങ്ങനെ 5-6 ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ഡിസൈൻ മോഡൽസ് ലിസ്റ്റ് ചെയ്തു. ദെൻ സീ ദ റെഫറൻസ് ലിസ്റ്റ്. APA ഫോർമാറ്റിലാണ് പ്രോംപ്റ്റിൽ ഉണ്ടായിരുന്നത് തോന്നുന്നു. അതനുസരിച്ചിട്ട് അതിന്റെ ഫുൾ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ ലിസ്റ്റ് ചെയ്തു ഉണ്ടോ. പിന്നെ ലാസ്റ്റ് ഒരു ക്രിട്ടിക്കും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ട് ഒരു ക്രിട്ടിക്കും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്, സീംസ് പെർഫെക്റ്റ്, എല്ലാം പക്കയാണ് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് ഇതിന്റെ ഈ ഔട്ട്പുട്ടിന്റെ അനാലിസിസ് ആ പ്രൊഫസർ നടത്തി. ആൻഡ് സീ ദ റിസൾട്ട്. നമ്മൾ കണ്ടു നേരത്തെ ആ ബിബ്ലിയോഗ്രാഫിക് റെഫറൻസസ് കണ്ടു. അതിൽ 6 എണ്ണത്തിൽ 5 എണ്ണവും ഫേക്ക് ആണ്. ഫേക്ക് എന്ന് പറഞ്ഞാൽ അൺറിയൽ, ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ചാറ്റ് GPT അല്ലെങ്കിൽ ഏത് AI ടൂളും അതിന്റെ ട്രെയിനിങ് ഡാറ്റയിൽ പോയിട്ട് അത് ബേസ് ചെയ്തിട്ട് കണ്ടന്റ് ഒക്കെ എടുക്കും. കണ്ടന്റ് ഒക്കെ എടുത്ത് ഒരുവിധ അനാലിസിസ്, ഈ റെഫറൻസസ് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതുവരെ അതിനായിട്ടില്ല. അപ്പോൾ അതിനറിയാം എങ്ങനെ ഒരു ബിബ്ലിയോഗ്രാഫിക് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നറിയാം. പക്ഷെ അതിൽ കണ്ടന്റ് റിയൽ ആയിട്ട് ഒന്നുകിൽ അതിന്റെ ട്രെയിനിങ് ഡാറ്റയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഫിക്റ്റീഷ്യസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഇറ്റ് സീംസ് പെർഫെക്റ്റ്. ഇതാണ് പ്രശ്നം. ഇങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതി, ഗ്ലോബലൈസേഷനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതി, 50 റെഫറൻസസ് ഉണ്ടാവും. എല്ലാം അടിപൊളിയായിരിക്കും, എല്ലാം ഭയങ്കര ലോജിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. 50-ൽ 30 എണ്ണം ഫേക്ക് ആയിരിക്കും. ഇതാണ് AI ടൂൾസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള പ്രശ്നം. പ്രത്യേകിച്ച് അക്കാഡമിക് തീസിസ് എഴുതുമ്പോഴോ പേപ്പേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത് ഫ്രീ വെർഷൻ ഓഫ് ചാറ്റ് GPT ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. ഇനി ഇത് ഫെബ്രുവരി 2023 പബ്ലിഷ് ചെയ്തൊരു സംഭവമാണ്.
സെപ്റ്റംബർ 2023 മറ്റൊരു ആർട്ടിക്കിള് നേച്ചറിൽ വന്നിട്ടുണ്ട്, നേച്ചർ സയന്റിഫിക് റിപ്പോർട്ട്സിൽ വന്നിട്ടുണ്ട്. അതിലും ഓതേഴ്സ് ചെയ്തതെന്ന് പറഞ്ഞാൽ അറൌണ്ട് 636 ബിബ്ലിയോഗ്രാഫിക് സൈറ്റേഷൻസ് 84 പേപ്പേഴ്സിൽ നിന്ന് കളക്ട് അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തി. അതിന്റെ റിയൽ അൺറിയൽ ഇൻഫർമേഷനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയായിരുന്നു. ആൻഡ് ദിസ് വാസ് ദ റിസൾട്ട്. 55% ഓഫ് GPT 3.5 സൈറ്റേഷൻസ് ഫേക്ക് ആയിരുന്നു. പിന്നെ 18% ഓഫ് GPT-4 സൈറ്റേഷൻസ് ആർ ഫാബ്രിക്കേറ്റഡ്. GPT-4 എന്ന് പറഞ്ഞാൽ പെയ്ഡ് വെർഷൻ ഓഫ് ചാറ്റ് GPT. അപ്പൊ ഇതാണ് ഒരു പ്രശ്നം. പെയ്ഡ് വെർഷൻ ഉപയോഗിച്ചാൽ പോലും ഹാലൂസിനേഷൻ, അതായത് ഫേക്ക് ഇൻഫർമേഷന്റെ സാധ്യത അവിടെ ഉണ്ട്. ഇപ്പൊ അതിനൊരു സൊല്യൂഷനായിട്ട് 2-3 സൊല്യൂഷൻസ് വന്നിട്ട്, ഒന്ന് ഈ നമ്മുടെ AI ടൂൾസ് മേജർ അക്കാഡമിക് പബ്ലിഷേഴ്സുമായിട്ട് ടൈപ്പ് ആയിട്ട് ഒരു യൂസർ ഒരു ക്വറി കൊടുക്കുമ്പോൾ അവരുടെ ഡാറ്റാബേസിലൂടെ സെർച്ച് ചെയ്തിട്ട് ഔട്ട്പുട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിക്ക് ആക്കാൻ വേണ്ടിയുള്ള കണക്ഷൻസ് അതിന് പൈസ കൊടുത്ത് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൽസേവിയർ അല്ലെങ്കിൽ ഇൻഫോർമ ഗ്രൂപ്പ് ഒക്കെ മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇൻഫോർമ മേജർ പബ്ലിഷറാണ്, അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇതിന്റെ ട്രെയിനിങ് ഡാറ്റയിലേക്ക് അവർ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ പല AI ടൂൾസും ഇങ്ങനെ അക്കാഡമിക് പബ്ലിഷേഴ്സുമായിട്ട് ടൈപ്പ് ആയിട്ട് ഈ ഹാലൂസിനേഷൻ കുറച്ച് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. 2 ഏജന്റിക് AI എന്നൊക്കെ പറഞ്ഞ പുതിയ ടൂൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പോൾ സൊല്യൂഷൻസ് പൊങ്ങി വരുന്നുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ എവറി AI ടൂൾ ഈസ് പ്രോൺ ടു ഹാലൂസിനേഷൻസ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ എൽസേവിയറിന്റെ ഇൻസൈറ്റ്സ് 2024 AI യൂസേജിനെ കുറിച്ച് അതൊന്ന് വായിച്ചു നോക്കിയാൽ അതിൽ സുന്ദർ പിച്ചായിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് 8-ാമത്തെ 9-ാമത്തെ പേജിലാണ്. അതിൽ പുള്ളി പറയുന്നുണ്ട്, ആസ് ഓഫ് നൗ എല്ലാ AI ടൂൾസും ഹാലൂസിനേഷൻസിന് പ്രോൺ ആണ്, അല്ലെങ്കിൽ ഹാലൂസിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഫുൾ പ്രൂഫ് ആയിട്ടുള്ള 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു AI ടൂൾ നിലവിലില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സുന്ദർ പിച്ചായുടെ ആയിട്ട് ആ എൽസേവിയറിന്റെ റിപ്പോർട്ടിലുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് അധ്യാപകര്, സ്കോളേഴ്സ്, റിസർച്ച് ഗൈഡ്സും അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, AI ടൂൾസ് ഉപയോഗിച്ച് എന്തും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് പിന്നെ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് അതിനൊന്ന് ചെക്ക് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ. ഒരു ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കാനോ ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു അക്കാഡമിക് തലത്തിലുള്ള ചർച്ചകൾക്കൊക്കെ ആണെങ്കിൽ വലിയ റിസ്ക് ഇല്ലാതെ ക്രോസ് ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ബട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയാണല്ലോ, അവിടെ നിങ്ങൾ ഡബിളി കോഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്കിനി സെക്കൻഡ് കൺസെപ്റ്റിലേക്ക് പോകാം. ഈ സ്മാർട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്മാർട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളത്. ഇപ്പൊ ഇത് ചാറ്റ് GPT-യുടെ ഇന്റർഫേസ് ആണ്. ചാറ്റ് GPT ഞാൻ പെയ്ഡ് വെർഷനാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും പെയ്ഡ് വെർഷൻ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാര്യം ഫ്രീ വെർഷന് അപ്ഡേറ്റ് തീരെ കുറവാണ്. ഇപ്പോൾ 2023 അവസാനം അല്ലെങ്കിൽ 2024 അവസാനം വരെയൊക്കെ അതിന്റെ ട്രെയിനിങ് ഡാറ്റ ഉണ്ടാവത്തുള്ളൂ. ബട്ട് പെയ്ഡ് വെർഷൻ എടുത്താൽ റിയൽ ടൈമും അത് വെബ് സെർച്ച് ചെയ്തിട്ടായിരിക്കും ഇൻഫർമേഷൻ തരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു മാസം 2000 രൂപ, 2100 രൂപ, ഡോളറിന്റെ ഇതനുസരിച്ച് മാറി മാറി വരും. എക്സ്ചേഞ്ച് വാല്യൂ അനുസരിച്ച് മാറി മാറി വരും. അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു വെർഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പൈസ പൂൾ ചെയ്ത് ഒരു പെയ്ഡ് വെർഷൻ എടുക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും എൻ്റെ ഒരു സജഷൻ. ബ്ലാക്കിൽ ഇപ്പം മേടിക്കാൻ കിട്ടും. ഈ ചാറ്റ് GPT അല്ലെങ്കിൽ ഏത് AI ടൂളും 100 രൂപ, 200 രൂപ, 500 രൂപയൊക്കെ കൊടുത്താൽ മേടിക്കാൻ കിട്ടും. എനിക്കും ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ഞാൻ ഒരിക്കലും അത് അഡ്വൈസ് ചെയ്യില്ല. കാര്യം മിക്കവാറും ഉള്ള ഈ ബ്ലാക്കിൽ വരുന്ന ഇത്തരം അക്കൗണ്ടുകൾ നമ്മുടെ കണ്ടന്റ് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. 2, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ലൈസൻസ് ഒക്കെ എടുത്ത ആൾക്കാർ അവിടെ ഒരുപാട് യൂസർ IDs അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് തരുന്നതായിരിക്കും. എനിവേ നമ്മൾ ചെയ്യുന്നതെല്ലാം അവർക്ക് കാണാനും അത് ചിലപ്പോൾ നമ്മുടെ കണ്ടന്റ് തട്ടിക്കൊണ്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കുറഞ്ഞ പൈസയ്ക്ക് ചാറ്റ് GPT, സൈറ്റ്, സ്കോളർസി അങ്ങനെയുള്ള ടൂൾസ് ഒക്കെ മേടിക്കുന്നത് അബദ്ധമായിരിക്കാൻ അല്ലെങ്കിൽ അബദ്ധമായി ഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അങ്ങനെ ചെയ്യരുത്. കാര്യം ഈ നമ്മുടെ പ്ലേജിയറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് 6 ലക്ഷം 7 ലക്ഷം രൂപയാണ്. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ നോക്കിയാൽ ജോർജ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, നൈജീരിയക്കാരനെങ്ങാണ്ടാണ്. ജോർജ്
നമുക്ക് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് ഈ ടൂൾസ് ആക്സസ് ചെയ്യാൻ തരും. നമ്മുടെ തീസിസും പേപ്പേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഒക്കെ പറ്റും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത പേപ്പേഴ്സ് ആരെങ്കിലും ഒക്കെ വേറെ ആൾക്കാരുടെ പേരിൽ പബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏതോ ബയോസയൻസിലെ ഏതോ ഒരു സ്കോളർ തീസിസ് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പം എല്ലാം 80-85% പ്ലേജിയറിസം ഡിറ്റക്ട് ചെയ്തു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ കണ്ടന്റ് 2 ആർട്ടിക്കിളായിട്ട് എവിടെയൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഒരിക്കലും ബ്ലാക്കിൽ നിന്ന് ഇത്തരം അക്കൗണ്ടുകൾ മേടിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ChatGPT-യുടെ പെയ്ഡ് വെർഷന്റെ ഇന്റർഫേസ്. ഫ്രീ വെർഷനും ഇത്തരം ഇന്റർഫേസ് ഉണ്ടാവും ഞാൻ വിചാരിക്കും. ഞാൻ പെയ്ഡ് വെർഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇതിൽ കണ്ടോ ഡിഫറെന്റ് മോഡൽസ് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ഡിഫറെന്റ് മോഡൽസ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള, ഓരോ മോഡലിനും ഓരോ കേപ്പബിലിറ്റിയാണ്. ഓരോ മോഡലിന്റെ ഔട്ട്പുട്ടും വ്യത്യസ്തമാണ്. ഒരു സെയിം പ്രോംപ്റ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ട്രെൻഡ്സ് ഇൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് നിങ്ങൾ എല്ലാ മോഡലിലും കൊടുത്തു നോക്കിയേ, എല്ലാത്തിനും വരുന്ന ഔട്ട്പുട്ട് വ്യത്യാസമായിരിക്കും. ചില മോഡലിന് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ GPT-4 ഒമ്നിയിൽ തന്നെ സെയിം ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം കൊടുത്തു നോക്കി ഡിഫറെന്റ് ആൻസർ ആയിട്ടും വരുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ മാത്തമാറ്റിക്സ് ആരാണെങ്കിൽ റീസണിങ് കൂടുതൽ വേണ്ടി വരുന്നുണ്ട്, ഒമ്നി 3 ഉപയോഗിക്കുക. അഡ്വാൻസ്ഡ് റീസണിങ് വേണ്ട ആൾക്കാർ അടുത്ത മോഡൽ ഉപയോഗിക്കുക. അങ്ങനെ ഡിഫറെന്റ് മോഡൽസ് ഏതാണ് നമ്മൾക്ക് കൂടുതൽ ഔട്ട്പുട്ട് തരുന്നതെന്നുള്ള നമ്മൾ ഒബ്സർവ് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ മോഡലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ AI ടൂൾസ് ഉപയോഗിച്ചാൽ വി ക്യാൻ ബിക്കം സൂപ്പർ ഹ്യൂമൻ അക്കാഡമീഷ്യൻസ്. ബട്ട് അപ്പൊ ഈ ടൂൾസ് എന്തൊക്കെ ഔട്ട്പുട്ട് തരുന്നു, എങ്ങനെ തരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അത്തരം ഒരു സൂപ്പർ ഹ്യൂമൻ എബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്മാർട്ട് പ്രോംപ്റ്റിംഗ് ആണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഡിഫറെന്റ് മോഡൽസ് ഓരോ ടൂളിന്റെയും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ തന്നെയും ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്, ആദ്യം അത് പെർപ്ലക്സിറ്റിയാണ് കൊണ്ടുവന്നത്. അതിൽ ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന പുതിയ മോഡൽ കൊണ്ടുവന്നു, സൈസ്പേസ് ഡീപ്പ് റിവ്യൂ എന്ന് പറഞ്ഞ മോഡൽ കൊണ്ടുവന്നു, ജെമിനി ഡീപ്പ് റിസർച്ച് കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്നപ്പം ChatGPT-യും പതുക്കെ ഇതേ കണ്ടോ, റിസർച്ച് എന്ന് പറയുന്ന 4.5-ന്റെ റിസർച്ച് പ്രിവ്യൂ എന്ന് പറഞ്ഞ പുതിയ മോഡൽ കൊണ്ടുവന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാം, ജനറൽ സെർച്ചും ഉണ്ടാവും, റിസർച്ച് എന്ന് പറയുന്ന മറ്റൊരു മോഡലും ഉണ്ടാവും. എന്താണ് ഈ റിസർച്ച് മോഡലിന്റെ പ്രത്യേകത എന്നുള്ളത് പലർക്കും അറിയില്ല. നിങ്ങളത് അറിയണമെങ്കിൽ ഒരു പ്രോംപ്റ്റ് ഒരു ജനറൽ പേജിലും കൊടുക്കുക, റിസർച്ച് എന്ന് പറയുന്ന ആ പ്രോംപ്റ്റ് അവിടെയും കൊടുക്കുക. ഒരു ജനറൽ പേജ് കൊടുക്കുന്നതിന്റെ ഔട്ട്പുട്ട് 10-15 സെക്കൻഡിനുള്ളിൽ കിട്ടും. ബട്ട് റിസർച്ച് എന്ന് പറയുന്ന ആ പേജ് കൊടുത്താൽ നിങ്ങൾക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ എടുക്കും ഔട്ട്പുട്ട് കിട്ടാൻ. കാര്യം ഹാലൂസിനേഷൻ കുറയ്ക്കാൻ വേണ്ടി ഇതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന ഈ പ്രോംപ്റ്റ് ബേസ് ചെയ്ത് ഡിഫറെന്റ് ഡാറ്റാബേസസ് ഒക്കെ സെർച്ച് ചെയ്ത്, വെബൊക്കെ സെർച്ച് ചെയ്ത്, സോഴ്സ് കണ്ടുപിടിച്ച്, സോഴ്സ് വെരിഫൈ ചെയ്ത്, അതിൽ നിന്ന് കണ്ടന്റ് അനാലിസിസ് ഒക്കെ നടത്തി, കറക്റ്റ് ബിബ്ലിയോഗ്രാഫിക് റെഫറൻസസ് ഒക്കെ പിക്ക് ചെയ്തിട്ട് ആ സോഴ്സിലേക്കുള്ള ലിങ്കും തരും റിസർച്ച് എന്ന് പറയുന്ന ആ മോഡ് ഉപയോഗിച്ചാൽ. അപ്പോൾ അക്കാഡമീഷ്യൻസ് അല്ലെങ്കിൽ ഫാക്കൽറ്റി ആയ നമ്മളൊക്കെ ചെയ്യേണ്ടത് റിസർച്ച് മോഡ് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതണം, ലിറ്ററേച്ചർ റിവ്യൂ പാർട്ട് എഴുതണം, അവിടെയൊക്കെ നമ്മൾ ഈ റിസർച്ച് പറയുന്ന ആ മോഡൽ എടുത്തിട്ട് ചെയ്യണം. അത് ഏത് ടൂളും, ഇൻഫർമേഷൻ സെർച്ചിനായാലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആയാലും അനാലിസിസ് ആയാലും എന്തായാലും ആ മോഡിലിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് സാധനം കിട്ടാൻ സാധ്യതയുണ്ട്. 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. ഹ്യൂമൻ ഇന്റലക്റ്റും കൂടെ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അത് 100% പെർഫെക്റ്റ് ആയി വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറെന്റ് മോഡൽസ് ആയിട്ട് ലഭ്യമായിട്ടുള്ളത്. സ്മാർട്ട് പ്രോംപ്റ്റിങ് എങ്ങനെയാ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ഒരു കീവേഡ് കൊടുക്കാൻ പോവാണ്, ട്രെൻഡ്സ് ഇൻ ഗ്ലോബലൈസേഷൻ. ഒരു ക്രൂഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ജനറൽ ആയിട്ടാണ് കൊടുക്കുകയാണ്. ഇത് വിസിബിൾ ആണല്ലോ അല്ലെ ChatGPT ഇന്റർഫേസ്? അതെ സാറേ. ഓക്കെ, ട്രെൻഡ്സ് ഇൻ ഗ്ലോബലൈസേഷൻ ഞാൻ എൻ്റർ ചെയ്തപ്പോ see the current trends in globalization as of 2025. അതിൽ ഡിജിറ്റൽ ഗ്ലോബലൈസേഷൻ, ഗ്രീൻ ഗ്ലോബലൈസേഷൻ, റീജിയണലൈസേഷൻ, ടെക്നോളജിക്കൽ ഡീകപ്ലിംഗ്, കുറേ സാധനങ്ങൾ വന്നു. ഇതെല്ലാം
എന്താണ് നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ അല്ലെങ്കിൽ ഫർദർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. ഓക്കെ, അപ്പൊ ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ട്രെൻഡ്സ് ഇൻ ഗ്ലോബലൈസേഷൻ. ഞാൻ അത് കോപ്പി ചെയ്തിട്ട് വേറൊരു പേജ് എടുത്തു, എന്നിട്ട് ഞാനത് അവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയാണ്, ഗീവ് മീ എ സ്മാർട്ട് പ്രോംപ്റ്റ് ഓൺ ദിസ്. അപ്പം എന്താ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ, ഹിയർ ഈസ് എ സ്മാർട്ട് ആൻഡ് പ്രിസൈസ് പ്രോംപ്റ്റ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ഇൻസൈറ്റ്ഫുൾ അനാലിസിസ് ഓൺ ട്രെൻഡ്സ് ഇൻ ഗ്ലോബലൈസേഷൻ. അപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് അത് നമുക്ക് സജഷൻ തരുന്നുണ്ടോ? Provide a well-structured and analytical summary of major trends shaping globalization in 2025. വായിച്ചു നോക്കുക. Include economic, technological, political, cultural and environmental dimensions. Discuss the role of digital transformation, shifting global power dynamics, supply chain restructuring, migration patterns and the impact of climate policies. Support your response with up-to-date data, examples from global regions and cite ക്രെഡിബിൾ ഇന്റർനാഷണൽ സോഴ്സസ് ഓർ റിപ്പോർട്ട്സ്. ഉണ്ടാവും. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ചോദിക്കില്ല. അപ്പോൾ ഈ റിസർച്ച് റിലേറ്റഡ് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സ്ക്രിബിൾ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് സജഷൻ ചോദിക്കുക, ഇതിനൊരു സ്മാർട്ട് പ്രോംപ്റ്റ് ആക്കി തരിക, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിന്റെ വിവിധ ഡയമെൻഷൻസ്, വേരിയബിൾസ്, അങ്ങനെയുള്ള ആ റിസർച്ച് മെത്തഡോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ട് മാക്സിമം ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ പ്രോംപ്റ്റിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക. അതിന് ഇങ്ങനെ ചെയ്താൽ അതൊരു സിമ്പിൾ ട്രിക്കാണ്. ഇനിയിപ്പോൾ ഇതൊരു ജനറൽ ആയിട്ട് വന്ന സ്മാർട്ട് പ്രോംപ്റ്റ് ആണ്. ഈ ജനറൽ സ്മാർട്ട് പ്രോംപ്റ്റിനെയും നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആക്കാം. എങ്ങനെ? ഇപ്പൊ നമ്മൾ ഇന്ത്യ ബേസ്ഡ് ഗ്ലോബലൈസേഷൻ ട്രെൻഡ്സ് ആണ് പഠിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് പറയാ, ഐ ആം സ്പെസിഫിക്കലി ഇൻട്രസ്റ്റഡ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. മോഡിഫൈ the smart prompt. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വന്നപ്പോൾ നേരെ പിന്നെ വായിച്ചു നോക്കുക. Provide a comprehensive and well analyzed summary of the current trends in globalization relate to India. Discuss economic, അതെല്ലാം പഴയതുപോലെ തന്നെ. India's role in global supply chains, digital trade, FTI, migration trends ഒക്കെ വന്നു. ബ്രിക്സും G20 ഒക്കെ അവിടെ കയറി വന്നു. റീസെന്റ് പോളിസി ചേഞ്ചസിനെ പറ്റി, കീ ഗ്ലോബൽ പാർട്ട്ണർഷിപ്സ്, റീജിയൻ സ്പെസിഫിക് എക്സാമ്പിൾ. ഉണ്ടോ? പ്രോംപ്റ്റ് മാറി വന്നുണ്ടോ? ഈ രീതിക്ക് നമുക്ക് പ്രോംപ്റ്റുകൾ മാറ്റി എടുക്കാം. നിങ്ങളൊരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ആർട്ടിക്കിളിന്റെ ഓരോ സെക്ഷനും ഇതേപോലെ ഡിഫറെന്റ് സ്മാർട്ട് പ്രോംപ്റ്റ്സ് ആദ്യമേ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയോ വിഷ്വലൈസ് ചെയ്യുകയോ ചെയ്താൽ ഭയങ്കര ഫ്ലഷി ആയിരിക്കും അവസാനം നിങ്ങളുടെ ഔട്ട്പുട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് അക്കാഡമിക് ആർട്ടിക്കിൾ അല്ലെങ്കിൽ റിസർച്ച് ആർട്ടിക്കിൾ ഓൺ ട്രെൻഡ്സ് ഇൻ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ സംഭവമൊക്കെ കിട്ടും. ബട്ട് അതൊരു ആവറേജ് ലെവൽ, ആവറേജ് ക്വാളിറ്റി ഉള്ള സംഭവങ്ങളെ ആയി വരത്തുള്ളൂ. AI ടൂൾസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് വർക്ക് കൊടുത്താൽ അത് ലേസിനെസ് കാണിക്കും, മടി കാണിക്കും. അത് തരുന്ന ഔട്ട്പുട്ടും ഫ്ലഷ് കുറഞ്ഞ ഔട്ട്പുട്ടേ തരത്തുള്ളൂ. മറിച്ച് വളരെ സെക്ഷൻ ബൈ സെക്ഷൻ ഇൻക്രിമെന്റൽ ആയിട്ട് ജോബ് കൊടുത്താൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തരും. ലാസ്റ്റ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അവിടെ നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ജോലി മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ കോംപ്രഹെൻസീവ് ആയിട്ടും വളരെ ഇൻഡെപ്തും ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് പ്രോംപ്റ്റുകൾ. അപ്പൊ ഈ പ്രോംപ്റ്റുകൾ ജസ്റ്റ് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് വളരെ ലെങ്തി ആയിരിക്കും, ഒരുപാട് റെഫറൻസസ് ഉണ്ടാവും. എല്ലാത്തിനും പെയ്ഡ് വെർഷൻ ആണെങ്കിൽ ഇത് എടുത്തിട്ടുള്ള സോഴ്സുകളിലേക്കുള്ള ലിങ്ക് ഉണ്ടാവും. ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരെണ്ണം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇന്ത്യ ബേസ്ഡ് ആ പ്രോംപ്റ്റ് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ആ പേജിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് പേജ് എടുത്തിട്ട് അത് കൊടുക്കാം. പിന്നെ നമ്മളൊരു സ്പെസിഫിക് ടാസ്ക് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഡിഫറെന്റ് പേജസ് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? ഇപ്പൊ ChatGPTയുടെ ഒരു സിംഗിൾ പേജ് എന്ന് പറയുമ്പോൾ ഇതൊരു പേജാണ്. ഈ പേജിൽ നമ്മളൊരു കാര്യം സംസാരിച്ചാൽ, ഇപ്പൊ ഗ്ലോബലൈസേഷനെ പറ്റി സംസാരിച്ചാൽ ഗ്ലോബലൈസേഷന്റെ ഔട്ട്പുട്ട് ആയിരിക്കും അതിൽ വരുന്നത്. ഈ സെയിം പേജിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹൗ ടു പ്രിപ്പയർ സാമ്പാർ ചോദിക്കാം. അത് എങ്ങനെ സാമ്പാർ പ്രിപ്പയർ ചെയ്യുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അല്ലെങ്കിൽ
നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ മോഡൽ മൊബൈൽ ഫോൺ ഏത് മേടിക്കണമെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു. അപ്പൊ ഈ പേജിൽ ഗ്ലോബലൈസേഷനെ പറ്റിയും സാമ്പാർ പ്രിപ്പറേഷനെ പറ്റിയും മൊബൈൽ ഫോണിന്റെ ഏത് മോഡൽ ചോദിച്ചാൽ എല്ലാം ഇത് ആൻസർ വരും. പക്ഷെ വീണ്ടും നാളെ നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പേജിൽ തന്നെ ചോദിച്ചാൽ അതിന്റെ പ്രശ്നം വരുന്നത്, ഔട്ട്പുട്ടിന്റെ പ്രശ്നം വരുന്നത്, ഈ ChatGPT എല്ലാം മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ FDI പറ്റി ചോദിക്കുമ്പോൾ ആരാണ് ചോദിക്കുന്നതെന്ന് ChatGPTയുടെ ആ പേജ് ഒന്ന് റീകോൾ ചെയ്യും. അപ്പോൾ അതേ സാമ്പാർ, മൊബൈൽ ഫോണ്, ഗ്ലോബലൈസേഷൻ ഇത്രയും ചോദിച്ച ആളാണ് FDI പറ്റി ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും വരുന്ന ഔട്ട്പുട്ട് ഇതിൽ നിന്ന്, ഇപ്പോൾ സാമ്പാറിൽ നിന്ന് വെണ്ടയ്ക്കയെ പറ്റിയോ മൊബൈൽ ഫോണിനെ പറ്റി റാമിനെ പറ്റിയോ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന്റെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെ പറ്റി എന്തെങ്കിലുമൊക്കെ റെഫറൻസ് ഔട്ട്പുട്ടിൽ ഉണ്ടാവും. അതാണ് ഓരോ ടാസ്കിനും ഓരോ പേജുകൾ വെച്ച് ക്രിയേറ്റ് ചെയ്താൽ അത് ബേസ് ചെയ്ത് മാത്രം ഔട്ട്പുട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ഒരു മിക്സ് ഓഫ് സംഭവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് നിങ്ങൾ ദീർഘകാലം നിങ്ങൾക്കൊരു സ്പെസിഫിക് പേജ് ഉപയോഗിക്കണമെങ്കിൽ ചെയ്യേണ്ടത്, ഇതില് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫ്രീ വെർഷനിൽ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് പറയാം ആർട്ടിക്കിൾ റൈറ്റ്, ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക. ആർട്ടിക്കിൾ റൈറ്റിംഗ് മെയ് 2025 അങ്ങനെ കൊടുക്കുക. ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ? അപ്പോൾ ഒരു സ്പെസിഫിക് പേജ് അവിടെ വന്നു. ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും, ഫയൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ അബൌട്ട് ടു റൈറ്റ് ദ ലിറ്ററേച്ചർ റിവ്യൂ പാർട്ട് ഓഫ് യുവർ തീസിസ്, അല്ലെങ്കിൽ സപ്പോസ് യു ആർ അബൌട്ട് ടു റൈറ്റ് സിസ്റ്റമാറ്റിക് റിവ്യൂ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. യു സെർച്ച്ഡ് ദ വെബ് ഓഫ് സയൻസ് കോപ്പസ് എക്സെട്ര. You downloaded the full text or the abstract you have copied into a Word file. You can upload to this add files. Just click here, add files. Okay, add documents, code files, images and more. ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിന് മനസ്സിലാവും ഇതൊരു സ്പെസിഫിക് പ്രോജക്റ്റ് ആണ്. ഇത് ബേസ് ചെയ്യുന്ന നോളജ് ബേസ്, അതായത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് പെറൂസ് ചെയ്യണമെന്നുള്ളതാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഇതിന് മനസ്സിലാവും. ഇവിടെ നമുക്ക് കസ്റ്റം ഇൻസ്ട്രക്ഷൻസും കൊടുക്കാം. അതായത് ദിസ് പേജ് ഈസ് മെന്റ് ഫോർ റൈറ്റിംഗ് എ ആർട്ടിക്കിൾ ഓൺ ഗ്ലോബലൈസേഷൻ. ഐ ഹാവ് ആഡഡ് 100 documents to the add files folder. Go through that documents only while you generate information എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കസ്റ്റം ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും. ഐ റിപ്പീറ്റ്, കസ്റ്റം ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയലുകൾ മാത്രം സെർച്ച് ചെയ്തിട്ട് ഔട്ട്പുട്ട് തന്നാൽ മതി. പുറത്ത് പോയിട്ട് ട്രെയിനിങ് ഡാറ്റയെന്നോ വെളിയെന്നോ വെബിൽ നിന്ന് എടുക്കേണ്ടെന്ന് സ്പെസിഫിക് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇതാണ് മറ്റൊരു ഓപ്ഷൻ. അപ്പോൾ സ്പെസിഫിക് പേജോ പ്രോജക്റ്റോ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഈ പെയ്ഡ് വെർഷനിൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ടൂൾസ് ഒക്കെ കുറെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ സ്മാർട്ട് പ്രോംപ്റ്റിംഗ്, ഹാലൂസിനേഷൻ പറഞ്ഞു, സ്മാർട്ട് പ്രോംപ്റ്റിംഗ് പറഞ്ഞു, സ്മാർട്ട് പ്രോംപ്റ്റിംഗ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ സ്പെസിഫിക് പേജിന്റെയും പ്രോജക്റ്റിന്റെയും യൂസ് കേസും പറഞ്ഞു. ഇനി മറ്റൊന്ന്, നമ്മളൊരു കാര്യം ചോദിച്ചാൽ ജനറൽ ആയിട്ട് ചോദിച്ചാൽ ജനറൽ ഔട്ട്പുട്ട് കിട്ടും, സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ സ്പെസിഫിക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ എപ്പോഴും സ്പെസിഫിക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. ആരും അങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല. ബട്ട് ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽസ് കേട്ടപ്പോൾ ഫോറിൻ സ്കോളേഴ്സ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഒരു കമാൻഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. എന്താണ് ആ കമാൻഡ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആക്ട് ആസ് ആൻ എക്സ്പേർട്ട്, ഇതിന്റെ വേർഡിങ്സ് ഒക്കെ മാറി വരാം കേട്ടോ. എനിവേ, ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് അത് കൊടുത്തപ്പോൾ തന്നെ വന്ന ഔട്ട്പുട്ടുകൾ നിങ്ങൾ നോക്കിയേ. ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്, act as an expert in ancient civilization, act as an expert in space exploration and tell me about the latest Mars mission. ഇവിടെ act as an expert in poetry writing, act as an expert in English language and literature, act as an expert in Shakespearean sonnet, act as an expert in nanofibers അന്ന് കൊടുത്താൽ അത് ChatGPTക്ക് അല്ലെങ്കിൽ ഏത് AI ടൂളിനും മനസ്സിലാവും. പ്രത്യേകിച്ച് ജനറേറ്റീവ് AI ടൂൾസിന് മനസ്സിലാവും. വി ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഐറ്റം ആൻഡ് നത്തിങ് എൽസ്. അപ്പോൾ അത് തരുന്ന ഔട്ട്പുട്ട് അത്രത്തോളം എന്താണ് പോളിഷ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്തിട്ടായിരിക്കും തരുന്നത്. അപ്പൊ എന്തിനും ഏതിനും ചോദിക്കുമ്പോൾ ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ സ്പീച്ച് റൈറ്റിംഗ്. ടുമോറോ ഈസ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ. ഐ നീഡ് എ സ്പീച്ച് ടു ഡെലിവർ ടു ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്
ഡ്യൂറിങ് കോളേജ് അസംബ്ലി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾ രണ്ടും ഗീവ് മീ എ സ്പീച്ച് ഓൺ എൻവയോൺമെന്റൽ ഡേ, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എടുക്കുക, ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ ഗ്ലോബലൈസേഷൻ റിലേറ്റഡ് മാറ്റേഴ്സ്, ഗീവ് മീ എ സ്പീച്ച് ഓൺ ടു ഡെലിവർ ഓൺ വേൾഡ് എൻവയോൺമെന്റൽ ഡേ, എന്നിട്ട് സ്പീച്ച് എടുത്ത് നോക്കുക. രണ്ടിന്റെ വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് യൂസ് ചെയ്യുമ്പോഴും ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് കൊടുത്തേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് അക്കാഡമിക് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മറ്റൊന്ന്, ഹാലൂസിനേഷൻ ഒഴിവാക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒരുപാടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എൻ്റെ ഒരു സജഷനിൽ ഒരിക്കലും ലിറ്ററേച്ചർ റിവ്യൂ നടത്താനോ റെഫറൻസസ് സെർച്ച് ചെയ്യാനോ ChatGPT പെയ്ഡോ ഫ്രീ വെർഷൻ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല, പെയ്ഡ് വെർഷനും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ ഒരു ജനറൽ ഔട്ട്ലൈൻ ഒക്കെ കിട്ടാൻ വേണ്ടി മാത്രം പെയ്ഡ് വെർഷൻ ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. പെയ്ഡ് വെർഷൻ ഉപയോഗിച്ചാലും നിങ്ങൾ അതിന്റെ റെഫറൻസസ് ഫർദർ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ നേച്ചറിൽ വന്ന സ്റ്റഡി പ്രകാരം 18% ഫേക്ക് ഇൻഫർമേഷൻ പെയ്ഡ് വെർഷനും പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഒരു ജനറൽ ഔട്ട്പുട്ട്, ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനൊക്കെ വേണ്ടി നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ്. ഒരു 100 റിസർച്ച് ഗൈഡുമാരുടെ കപ്പാസിറ്റി ഉണ്ട് ChatGPTയുടെ ഒരു പെയ്ഡ് വെർഷനിൽ. നിങ്ങൾ ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ടിന് പല ആംഗിളിൽ പല ഡയമെൻഷൻസിലുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. നിങ്ങൾക്കിപ്പോ റിസർച്ച് മെത്തഡോളജി പറ്റിയൊന്നും അറിയില്ല, എന്ത് റിസർച്ച് ടൂൾ ഉപയോഗിക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ പുതുതായിട്ടൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടണം. ഈ സമയത്തൊക്കെ 100 ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് അല്ലെങ്കിൽ 100 ആൾക്കാരത്തെ 100 എക്സ്പെർട്സിന്റെ ചോദിക്കുന്നതിനേക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഒരു സിമ്പിൾ സ്മാർട്ട് പ്രോംപ്റ്റ് ആയിരിക്കും. ഒരു പെയ്ഡ് വെർഷനിൽ കൊടുക്കുന്ന ഒരു സ്മാർട്ട് പ്രോംപ്റ്റ് ആയിരിക്കും. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ എന്താണ് ഡിഫറെന്റ് ഡിസിപ്ലിൻസിലുള്ള ആൾക്കാരുടെ PhD പ്രൊപ്പോസൽസ് മോഡിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പല ആൾക്കാരും സ്ഥിരമായി കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ ഡിസിപ്ലിനിലുള്ള ആൾക്കാർ PhD അഡ്മിഷന് മുമ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് PhD അഡ്മിഷന് മുമ്പ് അവർ പ്രൊപ്പോസൽസ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതിന്റെ മോഡിഫിക്കേഷനോ ഫർദർ സജഷനോ ഒക്കെ ചോദിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ അത്യാവശ്യം AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവർ ഡോക്ടറൽ കമ്മിറ്റി കഴിഞ്ഞിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവർ പറയും ഇന്ന ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് മിക്കവാറും എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അതായത് AI ടൂൾസ് ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വിഷയത്തിലായിരിക്കും ഞാൻ AI ടൂൾസിന്റെ സജഷൻസ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് അതിന്റെ സോഴ്സ് ഉൾപ്പെടെ കൊടുത്ത് ലോജിക്കലി അത് കണക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ഒബ്സർവേഷൻസ് പറയുന്നത്. അപ്പൊ ആ കാൻഡിഡേറ്റും ആ രീതിക്ക് വായിച്ചിട്ടാണ് പോയി പ്രസന്റ് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ എന്താണ് സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ജെന്യൂനിറ്റി, അതൊരു ഡൂവബിൾ ടോപ്പിക് ആണോ റെലവന്റ് ടോപ്പിക് ആണോ എന്ന് അവിടെ അറിയാവുന്ന ആൾക്കാരാണല്ലോ ഡോക്ടർ കമ്മിറ്റിക്ക് വരുന്നത്. അപ്പൊ അവർ ഒബ്സർവ് ചെയ്ത് അത് റാറ്റിഫൈ ചെയ്തു എന്നുള്ളത് എന്താണ് AI ടൂൾസ് ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ ഫൈൻ ട്യൂൺ ചെയ്യാൻ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതിന്റെ തെളിവാണ്. അപ്പൊ നിങ്ങളും ആ രീതിക്ക് വളരെ ട്രിക്കി ആയിട്ട് കണ്ണിങ് ആയിട്ട് AI ടൂൾസ് ഉപയോഗിച്ചാൽ എന്താണ് കണ്ടന്റിന് ഒരുപാട് ക്വാളിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ത്രെഡ്സ് ഒക്കെ കണ്ടെത്താനും സാധിക്കും. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഗൂഗിളിന്റെ ഒരു ഇത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിരുന്ന ഒരു സംഭവമാണോ? കാണാമല്ലോ അല്ലേ, സ്ക്രീന് കാണാമല്ലോ അല്ലേ? കാണാം സാറേ. നിങ്ങളൊന്ന് വായിച്ചേക്കണ്ട. ഗൂഗിൾസ് AI co-scientist just solved a 10-year-old medical puzzle in 48 hours. 10 വർഷമായിട്ട് ഒരു എന്താണ് സൂപ്പർ ബഗ് മിസ്റ്ററിയെ പറ്റി എങ്ങാണ്ട് ഒരു സംഭവമാണ്. അപ്പൊ ഇതില് പല ആൾക്കാർക്കും എന്താണ് അതിന്റെ കാര്യം എന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഗൂഗിളിന്റെ ഒരു AI ടൂൾ ഉണ്ട്, co-scientist എന്ന്. ആരും യൂസ് ചെയ്യാൻ സാധ്യതയില്ല, കാര്യം ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സസേ ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിക്വസ്റ്റ് കൊടുത്താൽ ഗൂഗിൾ നമുക്ക് ആക്സസ് തരും. പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും. മെഡിക്കൽ ഫീൽഡോ ബയോമെഡിക്കലിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ co-scientist യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉണ്ടോ, നമ്മളെ ഡാറ്റ കൊടുത്താൽ മതി, അത് പൊട്ടൻഷ്യൽ ഹൈപ്പോത്തസിസും അല്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ള സജഷൻസും ഒക്കെ നമുക്ക് തരും. അപ്പൊ ഇതില് റിയൽ ലൈഫില് മെഡിക്കൽ റിസർച്ചേഴ്സിന് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ co-scientist സഹായിച്ചു എന്നുള്ള വാർത്ത. അതായത് ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ പല സയന്റിസ്റ്റുകൾക്ക് ഇക്വലന്റ് ആയിട്ട് AI ടൂൾ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഉണ്ടോ?
അതിൽ ഇത് പ്രത്യേകം ഫൈൻ ട്യൂൺ ചെയ്ത ഒരു ടൂളാണ്. അതിൽ എന്തൊക്കെ ജനറേഷൻ ഏജന്റ് ഉണ്ട്, റിഫ്ലക്ഷൻ ഏജന്റ് ഫോർ generation agent for creating initial hypothesis, a reflection agent for evaluating ideas, a ranking agent for prioritizing proposals, and an evolution agent that iteratively refines the proposals. ഇതൊക്കെയാണ് ഈ ഗൂഗിളിന്റെ കോ സയന്റിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ എന്താ ചെയ്തത്? ഗൂഗിൾ AI co-scientist tackled a complex problem related to antibiotic resistance, a super bug mystery that had baffled human scientists for over a decade. Further, the system generated the correct hypothesis in just 2 days, proposing a mechanism involving the bacterial acquisition of viral tails, which matched unpublished findings from researchers at Imperial College London. ഇതാണ് AI ടൂൾസിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ടൂൾസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു ജുഡീഷ്യസ് യൂസ് ആണ് എപ്പോഴും വേണ്ടത്. നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ ChatGPT വന്നു, ആക്ട് ആസ് ആൻ എക്സ്പെർട്ട് എന്ന് പറയുന്ന കമാൻഡ് ഞാൻ കൊടുക്കാൻ പറഞ്ഞു. നൗ ഹാലൂസിനേഷൻ കുറയ്ക്കാൻ പറ്റുന്ന ടൂൾസ് അവൈലബിൾ ആണ്. അത് പെയ്ഡ് വെർഷനിലാണെങ്കിൽ എക്സ്പ്ലോർ GPTC പോയിട്ട് അവിടെയുള്ള ടൂൾസ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റിങ്ങിനോ റിസർച്ച് ആൻഡ് അനാലിസിസിനോ എന്തിനുള്ള ഡെഡിക്കേറ്റഡ് ടൂൾസ് അവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഒരു ടൂള് കൺസെൻസസ് ആണ്. കൺസെൻസസ് ഒരു സ്റ്റാൻഡ് അലോൺ വെബ്സൈറ്റുമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ കുറിച്ച് വെക്കുക. ഇന്ന് തന്നെ കൺസെൻസസിൽ ഒരു അക്കൗണ്ട് എടുക്കുക, ട്രയൽ വെർഷൻ എടുക്കുക, കൺസെൻസസിന്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു കീവേഡ് ChatGPT കൊടുക്കുക. ഇനി എല്ലാവരും പെയ്ഡ് വെർഷനിലേക്ക് പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു കീവേഡ് ഗീവ് മീ ട്രെൻഡ്സ് ഇൻ ഗ്ലോബലൈസേഷൻ ChatGPT ചോദിക്കുക, കൺസെൻസസിലും ചോദിക്കുക. ChatGPT വരുന്ന റെഫറൻസസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യുക, അത് റിയൽ ആണോ അൺറിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കണ്ടന്റും വായിച്ചു നോക്കുക. കൺസെൻസസിൽ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുക, വരുന്ന ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യുക, വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക, റിയൽ ആണോ അൺറിയൽ ആണോ എന്ന് നോക്കുക. അത് ഒരു തവണ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടൂൾസിന്റെ കപ്പാസിറ്റിനെ പറ്റി. ഇപ്പൊ ഈ കൺസെൻസസിന് ഞാൻ ഇത് എടുത്തു, ഇതെന്താ അവർ പറയുന്നതെന്ന് നോക്കിയാൽ ഉണ്ടോ, chat directly with world scientific literature, search references, get simple explanation, write articles backed by academic purpose. അപ്പൊ ഇവിടെ എന്ത് ചോദിച്ചാലും തരുന്ന ഔട്ട്പുട്ട് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഡാറ്റാബേസിലുള്ള റിയൽ ആയിട്ടുള്ള സംഭവം തരുന്നതാണ് എന്നാണ് ഇത് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അത് ശരിയായിരിക്കാം. ഇത് ഞാൻ ഇതിൽ കിടക്കുന്ന ഒരു സാമ്പിള് ഞാൻ എടുത്തു. ഉണ്ടോ, ഫിഷ് ഓയിൽ കഴിക്കുന്നത് മൂഡ് ഇംപ്രൂവ് ചെയ്യുമില്ല എന്നുള്ളത്. ഹ്യൂമൻ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് ആണ്, ടോപ്പ് ജേർണൽസിൽ നിന്നാണ് എടുക്കാനുള്ളതെന്നാണ് കമാൻഡ് കൊടുത്തത്. അപ്പൊ അത് കൺസെൻസസ് അത് വായിച്ചിട്ട് ഔട്ട്പുട്ട് തന്നു. This have been studied in several high quality randomized control trials in human population with mixed results depending on population characteristics and specific context. അതില് എവിഡൻസ് ഫ്രം ഹ്യൂമൻ RCT ഇൻ ടോപ്പ് ജേർണൽസ് ഉണ്ടോ. അതിൽ ആദ്യത്തെ ഫിഷ് ഓയിൽ സപ്ലിമെന്റേഷൻ ഇംപ്രൂവ്ഡ് എമോഷൻ റിലേറ്റഡ് ബ്രെയിൻ നെറ്റ്വർക്ക്, എന്നിട്ട് അതിന്റെ ലിങ്ക് അവിടെ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അത് കാണുമല്ലോ. ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണ്, അത് റിയൽ ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ്. ദെൻ മറ്റൊരു ആർഗ്യുമെന്റ് പറയുന്നു, അത് എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളത് പറയുന്നു. പിന്നെ ഒരു പൈലറ്റ് സ്റ്റഡീനെ പറ്റി പറയുന്നു 2017. അതും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ജേർണലിന്റെ അബ്സ്ട്രാക്റ്റിലേക്ക് ഫുൾ ടെക്സ്റ്റിലേക്ക്, ഓപ്പൺ ആക്സസ് ആണെങ്കിൽ ഫുൾ ടെക്സ്റ്റിലേക്ക് പോകാം. പിന്നെ നോ സിഗ്നിഫിക്കന്റ് എഫക്ട്സ് അതിനെ പറ്റിയുള്ള 3 സ്റ്റഡീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൺക്ലൂഷനിൽ എന്താണ്, ഫിഷ് ഓയിൽ മേ ഇംപ്രൂവ് മൂഡ് ഇൻ സ്പെസിഫിക് സബ് ഗ്രൂപ്പ്സ്, അത് ഏതാണെന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നെ ടോപ്പ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസിൽ ഡസ് നോട്ട് സപ്പോർട്ട് എ കൺസിസ്റ്റന്റ് മൂഡ് എൻഹാൻസിങ് എഫക്ട് ഇൻ ജനറൽ പോപ്പുലേഷൻ. അതായത് മീൻ ഗുളിക കഴിക്കണ നിർത്തണമെന്നാണ് കൺസെൻസസ് പറഞ്ഞത്. നമ്മളെല്ലാം ആരോഗ്യം കൂട്ടാൻ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കാറുണ്ടല്ലോ. അപ്പൊ ഇതാണ് കോമൺ AI ടൂൾസും സ്പെഷ്യലൈസ്ഡ് ടൂൾസും തമ്മിലുള്ള വ്യത്യാസം. ഹാലൂസിനേഷന്റെ ക്വാണ്ടം കുറഞ്ഞിരിക്കും, തീർത്തും മാറ്റാൻ പറ്റില്ല, കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഗുണമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് പെട്ടെന്ന് ഒരു ആർഗ്യുമെന്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഒരു വിഷയത്തെ പറ്റി ഒരു ആർഗ്യുമെന്റും ഇല്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം TV-യിൽ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്, നമുക്ക് എന്തൊക്കെ പറയണമെന്ന് യാതൊരു ധാരണയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ കൺസെൻസസ് ചോദിക്കണം.
ഞങ്ങൾ ചർച്ചയ്ക്ക് പോവുകയാണ്, കുറെ ആർഗ്യുമെന്റ്സ് ബിൽഡപ്പ് ചെയ്ത് തരാൻ പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് വെരിഫൈബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ അത് പോയി നോക്കിയിട്ട് ആർഗ്യുമെന്റ്സ് ബിൽഡപ്പ് ചെയ്തു. ഞാനൊരു ക്രൂഡ് എക്സാമ്പിൾ പറഞ്ഞു എന്നല്ല, നമ്മൾ അക്കാഡമിക് ഇൻഫർമേഷൻ ആ രീതിക്ക് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആർഗ്യുമെന്റ്സ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, ബാക്ക്ഡ് ബൈ അക്കാഡമിക് പേർപ്പസ്. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ കൺസെൻസസ് നിങ്ങളെ കുറിച്ച് വെക്കുക, ഇന്ന് തന്നെ അതിൽ അക്കൗണ്ട് എടുക്കുക. ഓഫ്ലൈനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പേപ്പറിൽ കൺസെൻസസും ഒക്കെ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊന്ന് സൈസ് സ്പേസ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. സൈസ് സ്പേസിനും സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള വെബ്സൈറ്റ് അവൈലബിൾ ആണ്. സൈസ് സ്പേസ് ആദ്യം ടൈപ്പ് സെറ്റ് എന്ന് പറയുന്ന ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഞാനൊക്കെ 5 വർഷം മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ടൂളാണ് ടൈപ്പ് സെറ്റ്. typeset.io എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ് ചെയ്ത കുറച്ച് സോഫ്റ്റ്വെയർ പ്രോഗ്രാമേഴ്സാണ് ചെയ്തത്. ഇപ്പൊ അത് പേര് മാറ്റി സൈസ് സ്പേസ് എന്നാക്കി. ആ സമയത്ത് ഈ ടൈപ്പ് സെറ്റ് യൂസ് ചെയ്തിരുന്നത് ഡിഫറെന്റ് ജേർണൽസിന്റെ, ഗ്ലോബൽ ടോപ്പ് ഹൈ ഇമ്പാക്ട് ജേർണൽസിന്റെ ജേർണൽ ടെംപ്ലേറ്റുകൾ ലഭ്യമായിരുന്നു പെയ്ഡ് വെർഷനിലേക്ക്. അത് ഫ്രീയിലും കുറച്ച് അവൈലബിൾ ആയിരുന്നു, ബട്ട് ഭയങ്കര യൂസ് ആയിരുന്നു. പണ്ടൊക്കെ ഒരു ജേർണലിന്റെ ഓതർ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വലിയ പാടായിരുന്നു. പക്ഷെ അന്ന് ഈ typeset.io ഉണ്ടായിരുന്നത് കൊണ്ട് മിക്കവാറും ജേർണൽസിന്റെ ടെംപ്ലേറ്റ് അതിന്റെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നു. ഞാനൊക്കെ MGയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഈ ടൈപ്പ് സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സൈസ് സ്പേസിലേക്ക് പേര് മാറ്റി. സൈസ് സ്പേസ് ഇപ്പോൾ അത് AI പവേർഡ് ആണ്. ഈ സിസ്റ്റമാറ്റിക് റിവ്യൂവും പിന്നെ ഡീപ്പ് റിവ്യൂ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോഡൽ സൈസ് സ്പേസിനുണ്ട്. അതായത് റിയൽ ഇൻഫർമേഷൻ മാത്രമേ തരത്തുള്ളൂ എന്നാണ് അവരത് പറയുന്നത്. ഞാൻ എൻ്റെ സൈറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇത് ChatGPT പെയ്ഡ് വെർഷന്റെ അകത്ത് ഇതിന്റെ ഒരു പ്ലഗിൻ അവൈലബിൾ ആണ്. അതാണ് ഈ സൈസ് സ്പേസ്. ഇതെന്താണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് നോക്കിയേ. ഇറ്റ് ഇൻസ്റ്റന്റ്ലി ആക്സസ് more than 287 million purpose and it will analyze those purpose at lightning speed and effortlessly draft content with accurate citations. See the punchline, accurate citation. Accurate citation മറ്റ് ടൂൾസിൽ കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ് ഇതിന് മാർക്കറ്റ് വന്നത്. അപ്പൊ ഇതാണ് സൈസ് സ്പേസിന്റെ ഉപയോഗം. സൈസ് സ്പേസ് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ, അല്ല നിങ്ങൾ മറന്നു പോരുത്, ഉപയോഗിക്കാൻ മറന്നു പോരുത്. സൈസ് സ്പേസ് നല്ല ഒരു AI ടൂളാണ്. അപ്പൊ ഇത് ഞാൻ സൈസ് സ്പേസിന്റെ സൈറ്റ് ഇത് കഴിഞ്ഞിട്ട് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇതിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടോ. അപ്പൊ സൈസ് സ്പേസിൽ കൊടുക്കുമ്പോൾ ChatGPT നേരെ ഇതെന്തോ മറ്റേ API കണക്ഷൻ എന്തോ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കൺഫേം ചെയ്തു. എന്നിട്ട് ആൻസർ വരുന്നു. ഓവർ എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിയറിംഗ് ആൻ ആക്ടിവിറ്റി ട്രാക്കർ ഇംപ്രൂവ് ഹെൽത്ത് ഔട്ട്കംസ്. then mechanism of action, evidence synthesis. ഇതാണ് ഒരു ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ടാബുലാർ ഫോമിൽ ഔട്ട്പുട്ട് തരും, സോഴ്സ് ലിസ്റ്റ് ചെയ്യും, അതിന്റെ കീ ഇൻസൈറ്റ്സ് നമുക്ക് തരും. ഇതെല്ലാം ക്ലിക്ക് ചെയ്താൽ ആ ജേർണലിലേക്ക്, ആ ജേർണലിന്റെ പേജിലേക്ക് പോകും. then interpretation and implications ഉം കൺക്ലൂഷനും ഒക്കെ കിട്ടും. then റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളൊരു കൺസെപ്റ്റ് ചോദിക്കുമ്പോൾ കൺസെപ്റ്റുമായിട്ട് ഫർദർ ആയിട്ട് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്ന കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് സജസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചാലും നമുക്ക് ഫർദർ ആയിട്ട് കൂടുതൽ റെഫറൻസസും കൂടുതൽ കോംപ്രിഹെൻസീവ് ആയിട്ട് ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടും. അപ്പൊ ഇതാണ് സൈസ് സ്പേസിന്റെ പ്രത്യേകത. സൈസ് സ്പേസ് നിങ്ങൾ ഒരു ട്രയൽ വെർഷൻ എടുക്കണം. സൈസ് സ്പേസിന്റെ ഇന്റർഫേസ് ഇതാണ്, വെബ്സൈറ്റിന്റെ ഇന്റർഫേസ് ഇതാണ്. അതിൽ കണ്ടോ, അതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ്, ഹൈ ക്വാളിറ്റി, ഡീപ്പ് റിവ്യൂ മോഡൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഒരു ഫ്രീ വെർഷൻ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ അതിനെ ജസ്റ്റ് നോക്കുക. ഞാൻ അതിന്റെ ജസ്റ്റ് പറഞ്ഞു തരാം. ഉണ്ടോ, ഇതിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്, ഡീപ്പ് റിവ്യൂ ഉണ്ട്. ഈ ഡീപ്പ് റിവ്യൂ എന്ന് പറഞ്ഞാലാണ് അക്കാഡമിക് ഇൻഫർമേഷൻ നന്നായിട്ട് സ്ക്യൂസ് ഔട്ട് ചെയ്തിട്ട് ഫ്ലഷി ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാനുള്ള സംഭവം. അപ്പൊ നിങ്ങൾ ഒരു കീവേഡ് ട്രെൻഡ്സ് ഇൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന സംഭവം സ്റ്റാൻഡേർഡ് മോഡലിലും കൊടുത്തു നോക്കുക, ഹൈ ക്വാളിറ്റിയിലും കൊടുത്തു നോക്കുക, ഡീപ്പ് റിവ്യൂയിലും കൊടുത്തു നോക്കുക. എന്നിട്ട് വരുന്ന ഔട്ട്പുട്ടിന്റെ ലെങ്ത്തും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ സെർച്ച് ചെയ്യുക. ഇതാണ് സൈസ് സ്പേസുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് എനിക്ക് പറഞ്ഞത്. ഇതിലിത് ഇൻട്രൊഡ്യൂസിങ് ഡീപ്പ് റിവ്യൂ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അതിൽ നോക്കിയേ, ഡു സിസ്റ്റമാറ്റിക് റിവ്യൂ ഇൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഉണ്ടോ, ഇതിൽ പിന്നെ ചാറ്റ് വിത്ത് PDF, ഫൈൻ ടോപ്പിക്സ്,
എക്സ്ട്രാക്ട് ഡാറ്റ, അങ്ങനെയുള്ള ഒരുപാട് ഫർദർ ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. ക്രോമിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു വർത്ത് ആയിട്ടുള്ള ഒരു AI ടൂളാണ് സൈസ്പേസ്. പെയ്ഡ് വെർഷനിലേക്ക് പോയാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. അത്തരത്തിലുള്ള ഒരു ടൂൾ ആയിട്ടാണ് എനിക്ക് വരുന്നത്. ഇതിന്റെ പ്രൈസിങ് നോക്കിയാൽ എത്ര രൂപയാണ് നമുക്ക് മനസ്സിലാവും. ഇത്ര 700 രൂപ പെർ മന്ത് ആണ് പ്രീമിയം വെർഷൻ. 700 രൂപ പെർ മന്ത്. അതിൽ അൺലിമിറ്റഡ് ലിറ്ററേച്ചർ റിവ്യൂ, സെർച്ച്, ചാറ്റ് PDFs, ദെൻ AI റൈറ്റർ ഉണ്ട്, കുറേ സംഭവങ്ങൾ അതിലുണ്ട്. പക്ഷെ നിങ്ങൾ റിസർച്ച് റിലേറ്റഡ് ഇൻഫർമേഷൻ ആണ്, ഇത് അഡ്വാൻസ്ഡ് മോഡലിലേക്ക് പോകണം. അഡ്വാൻസ്ഡ് മോഡലിൽ എത്തി വില കൂടുതലാണ് കേട്ടോ, 5000 രൂപയാണ്. അതിലാണ് ഈ ഡീപ്പ് റിവ്യൂ മോഡൽ ആക്സസ് ഉള്ളത്. റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള തറവ് സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഈ ഡീപ്പ് റിവ്യൂലാണ്. സോ പിന്നെ വേറൊന്നുണ്ട്, ഇതിൽ ഈ അഫിലിയേറ്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് ഇതിന് കമ്പനിയുടെ ഒരു പാർട്ടായിട്ട് ഇത് സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ വില്ലിങ് ആണെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും നോക്കിയാൽ മതി, ജോയിൻ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് നമുക്കിത് ലിങ്ക് അയച്ചു കൊടുക്കാം. സൈസ്പേസിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർ പെയ്ഡ് വെർഷനിലേക്ക് അവർ കൺവേർട്ട് ചെയ്താലോ നമുക്ക് കാശ് കിട്ടും. അത്യാവശ്യം നല്ല കാശ് കിട്ടും. നമുക്ക് ആ രീതിക്ക് ചെയ്താൽ ഈ അഡ്വാൻസ്ഡ് ഒക്കെ നമുക്ക് കയ്യിൽ നിന്ന് കൊടുക്കുന്ന കാശ് നമുക്ക് തിരിച്ച് കിട്ടുന്ന രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അഫിലിയേറ്റ് പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ബട്ട് ഐ സജസ്റ്റ് നിങ്ങളൊന്ന് യൂസ് ചെയ്യാൻ ഇത് എന്തായാലും മറക്കരുത്. നമുക്ക് കൺസെൻസസ് സൈസ്പേസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം ഓഫ്ലൈനിലുള്ള പേപ്പേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സൈസ്പേസിൽ ഡീപ്പ് റിവ്യൂ ആണ് പ്രത്യേകിച്ച് നോക്കേണ്ടത്. നമുക്ക് തിരിച്ചു വരാം. എക്സ്പ്ലോർ GPTസില് വേറെയും ടൂൾസ് ഉണ്ട്. റിസർച്ച് ആൻഡ് അനാലിസിസിൽ നോക്കിയാൽ വേറെയും ടൂൾസ് അവൈലബിൾ ആയിരിക്കും. എല്ലാം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പർപ്പസ് ഇതാണ്, ഒരു മാനുസ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് എല്ലാ ടൂൾസും നമുക്ക് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. ആവശ്യമുള്ള ടൂൾസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റൈറ്റിംഗിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ് വരുന്ന അവിടെ ഹ്യൂമനൈസർ ടൂളാണ്. വേറെ ടൂൾസ് ഇതിലുള്ള ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. സോങ് മേക്കർ GPT ഉണ്ട്, ക്രിയേറ്റ് യുവർ AI മ്യൂസിക്. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ കരോക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന AI ടൂൾ ഏത് ഉണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ ഇതിൽ കണ്ട സോങ് മേക്കർ GPT ഉണ്ട്. സുനോ എന്ന് പറയുന്ന ഒരു AI ടൂൾ, SUNO, സുനോ എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഗ്രാമർ ചെക്കർ ഉണ്ടോ? നമ്മൾ ഗ്രാമറിലേക്ക് കാശ് കൊടുത്ത് മേടിക്കുന്നതിന് പകരം GPTയുടെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഗ്രാമർ ചെക്കർ ഉണ്ട്. റൈറ്റിംഗ് അസിസ്റ്റന്റുകളുണ്ട്, ഒരുപാട് റൈറ്റിംഗ് അസിസ്റ്റന്റ് അവൈലബിൾ ആണ്. നോവൽ എഴുതാൻ തുടങ്ങുകയാണ്, ബുക്കർ പ്രൈസ് കിട്ടാൻ വേണ്ടി നോവൽ എഴുതാൻ താല്പര്യമുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലെ ആൾക്കാരാണെങ്കിൽ നോക്കുക, നോവൽ റൈറ്റർ ഇതിലുണ്ട്. ബിസിനസ് ആൻഡ് മാനേജ്മെന്റിലെ ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ കോപ്പി റൈറ്റർ പ്ലഗിൻ ഇതിൽ അവൈലബിൾ ആണ്. കവർ ലെറ്റർ പ്ലഗിൻ അവൈലബിൾ ആണ്. എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഹ്യൂമനൈസർ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. എന്താണ് ഈ ഹ്യൂമനൈസർ എന്നത് ഞാൻ പറഞ്ഞു പോകാം. ഹ്യൂമനൈസറിന്റെ ഡെമോ ഒക്കെ ഞാൻ ഓഫ്ലൈൻ വരുമ്പോൾ കാണിച്ചു തരാം. അതായത് നമ്മളൊരു AI ടൂൾ ഉപയോഗിച്ച് കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഔട്ട്പുട്ട് AI ഡിറ്റക്ടേഴ്സിൽ ഇട്ടാൽ AI ജനറേറ്റഡ് ആണെന്ന് കാണിക്കും. നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് ഡ്രിൽ ബിറ്റ്, ടേൺ ഇറ്റ് ഇൻ, ഐഡന്റിക്കേറ്റ് ഒക്കെയാണ് സാധാരണ പ്ലേജിയറിസവും AI ഒക്കെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ചാറ്റ് GPTയോ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റിൽ AI കണ്ടന്റ് ആണ് എന്നുള്ളത് കാണിക്കും. അപ്പൊ അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ഹ്യൂമനൈസർ ടൂൾസ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ഹ്യൂമനൈസർ ടൂൾസ് അവൈലബിൾ ആണ്. അൺഡിറ്റക്റ്റബിൾ AI, ഹ്യൂമാറ്റ, ദെൻ ഒരുപാട് വെറുതെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അതിന്റെ റിവ്യൂസും കാണും. അപ്പൊ ചാറ്റ് GPTയുടെ അകത്തൊരു ഹ്യൂമനൈസർ ഉണ്ട്. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ഹ്യൂമനൈസറിൽ ഇട്ടാൽ അതൊരു ഹ്യൂമൻ റൈറ്റിംഗ് മോഡിലേക്ക് കൊണ്ടുവരും. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഈ ഹ്യൂമനൈസർ ഫ്രം മൈ എക്സ്പീരിയൻസ്. നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് കൊടുക്കുകയാണ്, അതിന്റെ ആശയം അതേപോലെ എടുത്ത് മനുഷ്യൻ എഴുതുന്ന പോലെ എഴുതി തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് ഒരുപാടൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ ആശയങ്ങൾ വിട്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഹ്യൂമനൈസർ ഉപയോഗിക്കുമ്പോഴും പാരഗ്രാഫ് വൈസ് മാത്രമേ ഹ്യൂമനൈസ് ചെയ്യാവൂ. പോയിന്റ് നമ്പർ നെക്സ്റ്റ് പോയിന്റ്, ഇപ്പോൾ 7 പോയിന്റ് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ഹ്യൂമനൈസർ ടൂൾ ഉപയോഗിച്ചാൽ നമ്മളിപ്പോ ഗിവ് മി എ പാരഗ്രാഫ് ഓൺ ഗ്ലോബലൈസേഷൻ,
ഔട്ട്പുട്ട് കിട്ടും. ആ പാരഗ്രാഫ് എടുത്ത് ടേർണിറ്റിൽ ഇട്ടാൽ അത് AI ജനറേറ്റഡ് ആണ് 100% കാണിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പാരഗ്രാഫിനെ എടുത്ത് ഹ്യൂമനൈസറിൽ ഇടുക. എന്നിട്ട് ഹ്യൂമനൈസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഹ്യൂമനൈസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചാറ്റ് കൊടുത്തു. ഇവിടെ പ്ലീസ് പ്രൊവൈഡ് ബിലോ ദ AI ടെക്സ്റ്റ് ഹ്യൂമനൈസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുക, എൻ്റർ ചെയ്താൽ അത് ഹ്യൂമനൈസ് ചെയ്ത് കിട്ടും. അപ്പൊ ഈ ഗ്ലോബലൈസേഷനെ കുറിച്ചുള്ള സിംഗിൾ പാരഗ്രാഫ് അത് ഹ്യൂമനൈസ് ചെയ്യുമ്പോൾ ഏകദേശമൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും, ആശയം പോകാതെ കിട്ടും. മറിച്ച് ഗ്ലോബലൈസേഷനെ പറ്റി നിങ്ങൾ ഒരു 10 പാരഗ്രാഫ് കൊടുക്കുകയാണെന്ന് വെച്ചോ, ആദ്യത്തെ 1-2 പാരഗ്രാഫ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഹ്യൂമനൈസ് ചെയ്ത് വരും. മൊത്തം ഗ്രാമാറ്റിക്കൽ എറേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ആ തീമുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ വരെ കയറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ബൾക്ക് വർക്ക് ഹ്യൂമനൈസേഷന് കൊടുക്കരുത്. പാർട്ടായിട്ട് കൊടുക്കാവൂ. പ്രത്യേകിച്ച് അക്കാഡമിക് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ പാർട്ടായിട്ട് കൊടുത്താൽ, കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒരുപാട് വർക്ക് ഒരുമിച്ച് കൊടുത്താൽ അത് ഭയങ്കര മടി കാണിക്കും. മറിച്ച് ഇൻക്രിമെന്റ് കുറച്ച് സെക്ഷൻ സബ്സെക്ഷൻ ആയിട്ട് കൊടുത്താൽ നന്നായിട്ട് അത് ഔട്ട്പുട്ട് തരും. അപ്പൊ ഹ്യൂമനൈസേഴ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടന്റിനെ നമ്മൾ മനുഷ്യരെഴുതുന്ന രീതിക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാര്യം, പലപ്പോഴും ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്ക് കോൾ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെഷനിൽ പറയുകയും ചെയ്തു. ഒരാൾ തീസിസ് ഒക്കെ എഴുതി തീർന്നു. എന്നിട്ട് AI ടൂൾസ് ഉപയോഗിച്ചാണ് കംപ്ലീറ്റ് എഴുതിയത്. 80-85% AI ടൂൾ ഉപയോഗിച്ച് ചെയ്ത. ഇനി അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ അത് AI ഡിറ്റക്ട് ചെയ്യോ ഇല്ല, ഇതൊക്കെയാണ് കൺസേൺ. അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സജഷൻസ് ഇതേ ഉള്ളൂ. ഫുള്ളൊന്നും നിങ്ങൾ AI ടൂൾസ് ഉപയോഗിച്ച് എഴുത്ത് കംപ്ലീറ്റ് ചെയ്യരുത്. അതാണ് ആദ്യം എത്തിക്കലായിട്ട് പറയാനുള്ള കാര്യം. 2, ഹ്യൂമനൈസേഴ്സ് ഉപയോഗിച്ചാൽ അത് നമ്മൾ മനുഷ്യർ എഴുതുന്ന പോലെ തന്നെ ഏകദേശം ആക്കി തരും. എന്നാലും അതിലൊരു മാനുവൽ എഡിറ്റിംഗ് വരുത്തണം. പിന്നെ തീസിസ് എന്നൊക്കെ പറയുമ്പോൾ 30,000 വേർഡ്സിന് മേളിലുള്ള കണ്ടന്റ്സ് ആണ്, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ്. 30,000 വേർഡ്സിന് മേളിലുള്ള കണ്ടന്റ് AI ഡിറ്റക്ഷൻ കറന്റ്ലി പോസിബിൾ അല്ല. അതായത് ഒരു 200-250 പേജുള്ള തീസിസ് എടുത്ത് AI ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്താൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു തരും. കാര്യം 30,000 വേർഡ്സിന് മേളിലുണ്ട്. അപ്പൊ നിങ്ങൾ തീസിസ് ഒക്കെ AI ടൂൾസ് ഉപയോഗിച്ച് റൈറ്റിങ്ങും ഗ്രാമർ കറക്ഷനും പ്രൂഫ് റീഡിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ ആ ചാപ്റ്ററിനെ ട്രയൽ ചെക്ക് ചെയ്ത് തന്നെ പോകണം. AI എത്രത്തോളം ഉണ്ട് ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനെ ഹ്യൂമനൈസ് ചെയ്തോ മാനുവൽ എഡിറ്റിങ്ങോ ചെയ്ത് ഓരോന്നിന്റെ AI ഒഴിവാക്കി തന്നെ പോകണം. അല്ലെങ്കിൽ അവസാനം ഒരുമിച്ച് ചെയ്യാൻ നടക്കില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ തീസിസ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിരിക്കും. ആൾക്കാരൊക്കെ എടുത്ത് വായിച്ചു നോക്കും. ചിലപ്പോൾ AI ഉപയോഗിച്ചതിന്റെ ടെൽ ടൈൽ സിഗ്നേച്ചേഴ്സ് ഒക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും സെന്റൻസിലോ പാരഗ്രാഫിലോ ഒക്കെ റീറ്റെയിൻ ചെയ്ത് കിടക്കാൻ സാധ്യതയുണ്ട്. അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഹ്യൂമനൈസ് ചെയ്ത് തന്നെ പോവുക. ഹ്യൂമനൈസ് ചെയ്ത് നിങ്ങൾ ടൂൾസ് ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്നാണ്, അതൊരു ലാംഗ്വേജ് ഒരു നന്നായി എഴുത്തറിയാന്നുള്ള ഒരു ലാംഗ്വേജ് എഡിറ്ററിനെ ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് മാനുവൽ എഡിറ്റ് ചെയ്യുക. ഈ ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന സെയിം സംഭവം തന്നെ ഓട്ടോമേറ്റഡ് ഫാഷനിൽ ഈ ഹ്യൂമനൈസർ ചെയ്തു തരുന്നേ ഉള്ളൂ. ഇതിന്റെയും ഒരു പെയ്ഡ്, ഇപ്പൊ ഒരു ആർട്ടിക്കിളൊക്കെ ഒരു ലാംഗ്വേജ് എഡിറ്ററെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ 2,000-3,000 രൂപ കൊടുക്കണം. ഇപ്പൊ ഇന്ത്യ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ ഒരു പേജിന് 100 രൂപ വെച്ച് ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു പേജിന് 500 വെച്ച്. ഓരോ വേർഡ്സ് ആഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഓരോ പങ്ക്ച്വേഷൻ ഇടുന്നതിന് വരെ 1 രൂപ 2 രൂപ ഒക്കെ മേടിക്കുന്ന ലാംഗ്വേജ് എഡിറ്റേഴ്സിനെ എനിക്കറിയാം. പ്രൊഫഷണൽ ഏജൻസീസ് വരെ ഉണ്ട്. കാക്ടസ്, എഡിറ്റാജ് എന്നൊക്കെ പറയുന്ന കമ്പനീസ് തന്നെയുണ്ട്. അവർക്ക് ഒരുപാട് ഹയർ ആയിട്ട് നമ്മളിൽ നിന്ന് പേയ്മെന്റ് മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെല്ലാം ചെയ്യുന്ന ഇതാണ്, ഒന്നുകിൽ അവർ ഹ്യൂമനൈസ് ചെയ്യും, എന്നിട്ട് ഒരു മാനുവൽ എഡിറ്റിങ്ങിന് ഒരു ലാംഗ്വേജ് എഡിറ്ററെ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരും. ഇതൊക്കെയാണ് അവരും ചെയ്യുന്നത്. അപ്പൊ ഈ ഹ്യൂമനൈസേഴ്സിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊന്ന്, ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ്, നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതിപ്പിക്കാൻ പറ്റും. അതായത് ഞാനിപ്പോ എങ്ങനെയാണ് ഒരു സംഭവം എഴുതുന്നത്, ഒരു കഥ എഴുതുന്നത്, കവിത എഴുതുന്നത്, ഒരു അക്കാഡമിക് പേപ്പർ എഴുതുന്നത്, അതുപോലെ ഏകദേശം എൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ മിമിക് ചെയ്യാൻ ടൂൾസിന് കപ്പാസിറ്റി ഉണ്ട്. അത് എങ്ങനെയാന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ സാധാരണ ഇതിൽ ആ സെഷൻസിൽ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് നോക്കട്ടെ എന്ന് കിടപ്പുണ്ട്. റൈറ്റിംഗ് സ്റ്റൈൽ മിമിക്.
ഇത് കണ്ടോ, 50+ ഇൻസ്പയറിംഗ് റൈറ്റിംഗ് സ്റ്റൈൽസ് ഫോർ ChatGPT പ്രോംപ്റ്റ്സ്. അതായത് ഡിഫറെന്റ് സ്റ്റൈൽസിൽ ഇതിനെ എഴുതാൻ പറ്റും. അപ്പോൾ ആക്ട് ആസ് ആൻ എക്സ്പെർട്ട് ഇൻ അക്കാഡമിക് സ്റ്റൈൽ എന്ന് പറഞ്ഞ് പ്രോംപ്റ്റ് കൊടുത്ത് തുടങ്ങാം. ആക്ട് ആസ് ആൻ എക്സ്പെർട്ട് ഇൻ ആക്ഷൻ പാക്ഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞു തുടങ്ങാം. ആക്ട് ആസ് ആൻ എക്സ്പെർട്ട് ഇൻ അഡ്വർടൈസിങ് കോപ്പി സ്റ്റൈൽ. അങ്ങനെ ഡിഫറെന്റ് സ്റ്റൈൽസ്, ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈൽ, ഓട്ടോബയോഗ്രഫിക്കൽ, ബ്ലോഗ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ബ്ലോഗ് എങ്ങനെ എഴുതണം ആ രീതിക്ക് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. ഡിഫറെന്റ് APA ഷിക്കാഗോ MLA സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത സ്റ്റൈലുകളൊക്കെ ഇവിടെ ഉണ്ട്. എക്സ്പോസിറ്ററി സ്റ്റൈല്, അങ്ങനെയുള്ള സ്റ്റൈൽസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഹാർവാർഡ്, ഇമാജിനേറ്റീവ് സ്റ്റൈൽ, ഹ്യൂമറസ്. അപ്പോൾ ഡിഫറെന്റ് റൈറ്റിംഗ് സ്റ്റൈൽസ് കണ്ടാം. സയന്റിഫിക് റൈറ്റിംഗ് സ്റ്റൈൽ, ഇതെല്ലാം ഇവിടെ വരും. ലാസ്റ്റ് കണ്ടോ, ഓതർ സ്റ്റൈൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എഡ്ഗാർ അലൻ പോയ്, അങ്ങേരുടെ അതേ സ്റ്റൈലില് ഔട്ട്പുട്ട് കിട്ടണം. എഡ്ഗാർ അലൻ പോയ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ കുറെ ലിറ്റററി വർക്ക്സോ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ ട്രെയിനിങ് ഡാറ്റയിൽ എഡ്ഗാർ അലൻ പോയെ പറ്റിയുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പൊ ആ സ്റ്റൈലില് ഒരു സംഭവം, ഒരു ലീവ് ലെറ്റർ എഡ്ഗാർ അലൻ പോയ് സ്റ്റൈലിൽ എഴുതണമെന്ന് പറഞ്ഞാൽ അത് എഴുതരും. എമിലി ഡിക്കിൻസിന്റെ സ്റ്റൈലിൽ എഴുതരണം എന്ന് പറഞ്ഞാൽ എഴുതരും. ഇവിടെയാണ് നമുക്ക് എങ്ങനെ നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ ഇത് എഴുതിപ്പിക്കാം എന്നുള്ള ഒരു എന്താണ് രസകരമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു നോക്കി ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാമല്ലോ. ഞാനിപ്പോ ഡോക്ടർ ജെ ദേവിക പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ, അത് സേജിൽ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അതിന്റെ ഫുൾ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ലൈബ്രറി ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിനെ പറ്റി 2012 എഴുതിയ നിസ്കെയറിന്റെ ഒരു ഫേമസ് ജേർണലിൽ വന്ന ഒരു ആർട്ടിക്കിൾ, അതും ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഫുൾ ടെക്സ്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു, ആക്ട് ആസ് ആൻ എക്സ്പെർട്ട് ഇൻ റിസർച്ച് റൈറ്റിംഗ്, യു ഗോ ത്രൂ ദ ജേർണൽ ആർട്ടിക്കിൾ റിട്ടൺ ബൈ ഡോക്ടർ ജെ ദേവിക, അണ്ടർസ്റ്റാൻഡ് ഹെർ റൈറ്റിംഗ് സ്റ്റൈൽ. അങ്ങനെയാണ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തത്. അപ്പോ ChatGPT ഡോക്ടർ ജെ ദേവികയുടെ ആർട്ടിക്കിളിനെ പറ്റി വായിച്ചിട്ട് ഇത് കമന്റ് പറയുന്നുണ്ടോ, ഇന്ന ആർട്ടിക്കിൾ ആണ്, അത് ഡിസ്റ്റിങ്ക്ട് റൈറ്റിംഗ് സ്റ്റൈൽ ക്യാരക്ടറൈസ്ഡ് ബൈ ഡീപ്പ് അനാലിസിസ് ഓഫ് സോഷ്യോ പൊളിറ്റിക്കൽ തീംസ് ആണ്. പിന്നെ ഹെർ സ്റ്റൈൽ ഈസ് സ്കോളർലി അനലിറ്റിക്കൽ കമ്പൈനിങ് ക്ലോസ് റീഡിങ്സ് ഓഫ് സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ്, പബ്ലിക് ഡിബേറ്റ്സ് ആൻഡ് അക്കാഡമിക് തിയറീസ്. അങ്ങനെ ഡോക്ടർ ജെ ദേവികയുടെ റൈറ്റിംഗ് സ്റ്റൈലിന്റെ സബ്റ്റിലായിട്ടുള്ള ന്യൂആൻസസ് അത് പിക്ക് ചെയ്തിട്ട് ഇത് പറഞ്ഞു തരികയാണ്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു, റൈറ്റ് ഇൻ ഡോക്ടർ ജെ ദേവിക സ്റ്റൈൽ അബൌട്ട് ഹൗ ടു പ്രിപ്പയർ സാമ്പാർ. സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഡോക്ടർ ജെ ദേവിക എങ്ങനെ എഴുതും എന്നുള്ളത് ഔട്ട്പുട്ട് തരാൻ പറഞ്ഞു. അപ്പോ ഔട്ട്പുട്ട് തന്നു. അതൊന്ന് വായിച്ചു നോക്കിയാൽ ഡോക്ടർ ജയദേവികയുടെ സ്റ്റൈൽ അറിയാമെന്നുള്ളവർക്ക് അറിയാം. ഒരു സെന്റൻസ് മാത്രം വായിക്കാം. സാമ്പാറിനെ പറ്റി പറയാ, this dish integral to daily meals across southern states serves as a gastronomic entry point into the complexities of local identities, caste distinctions and historical culinary practices. ഉണ്ടോ ആ റൈറ്റിംഗ് സ്റ്റൈലോടെ എമുലേറ്റ് ചെയ്ത് മിമിക് ചെയ്ത് വന്നുണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് ടൂൾസിനെ നമ്മുടെ ഭാഷയിൽ എഴുതിപ്പിക്കാൻ പരിശീലിപ്പിക്കേണ്ടത്. അതിന് ചെയ്യേണ്ടത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടേക്കാണ് ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രോജക്റ്റ്, അവിടെ പോയിട്ട് മൈ റൈറ്റിംഗ് സ്റ്റൈൽ മിമിക് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുക. പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ടോ ആഡ് ഫയൽസ് എന്ന് പറഞ്ഞവിടെ നമ്മൾ പബ്ലിഷ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് എഴുതിയ സംഭവം, അത് എന്തും ആകാം. കോപ്പി അടിച്ച് എഴുതിയ സാധനം അപ്ലോഡ് ചെയ്ത് നമ്മൾ കോപ്പി അടിച്ചത് വേറെ ഒരാളുടെ ശൈലിയിലായിരിക്കും പിന്നെ ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള ക്ലാസ് നോട്ട്സ് അല്ലെങ്കിൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്, ലീവ് ലെറ്റർ, ലവ് ലെറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്വന്തം ഭാഷയിൽ എഴുതിയ സംഭവങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് പറയുക, ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്, എൻ്റെ റൈറ്റപ്പ് ആണ്, എൻ്റെ സ്റ്റൈല് ഒന്ന് മിമിക് ചെയ്യാൻ വേണ്ടി എല്ലാം ഒന്ന് പെറൂസ് ചെയ്ത് എന്നിട്ട് ഒന്ന് പഠിച്ചെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും കാഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോംപ്റ്റുകൾ ചോദിക്കുക. ലീവ് ലെറ്റർ എഴുതുക, എൻ്റെ ഭാഷയിൽ ലീവ് ലെറ്റർ എഴുതി തരിക, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതുക, ഒരു കഥ എഴുതുക, കവിത എഴുതുക. അങ്ങനെ അതിന് ഗ്രാജുവലായിട്ട് നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈല് പഠിപ്പിച്ചെടുത്താൽ നമുക്ക് എല്ലാ കാലത്തും പിന്നെ നമ്മുടെ വർക്ക് ഭയങ്കരമായിട്ട് എളുപ്പമാക്കാൻ പറ്റും. നമ്മുടെ അതേ ശൈലിയിൽ ഏകദേശം ഒരു 60-70% അല്ലെങ്കിൽ 70-80% നമ്മുടെ അതേ ലാംഗ്വേജ് സ്റ്റൈലിൽ വരും.
ഇതാണ് റൈറ്റിംഗിന്റെ മിമിക് ചെയ്യാൻ വേണ്ടി ഇത്തരം ടൂൾസ് ഉപയോഗിക്കും. ഇതിൽ ഏറ്റവും നന്നായി മിമിക് വർക്ക് ചെയ്യുന്നത് ക്ലോഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പൊ ഇതിന്റെ പേരും കുറിച്ച് വെച്ചോളൂ, ക്ലോഡ് നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ മിമിക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് അൽഗോരിതംസ് അവര് എംബഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു മാസം മുന്നേ ഉള്ള ഒരു റിവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു. ChatGPT-യെക്കാളും ബെറ്റർ ആയിട്ട് നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈൽ മിമിക് ചെയ്യാൻ ക്ലോഡിന് പറ്റും. അപ്പൊ ക്ലോഡ് എന്ന് പറയുന്നത് ChatGPT പോലെ തന്നെ മറ്റൊരു ടൂളാണ്. ഈ ക്ലോഡിന്റെ എമർജൻസിനെ പറ്റി വായിച്ചാൽ മനസ്സിലാവും. ChatGPT-യുടെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിരുന്ന കുറച്ച് സോഫ്റ്റ്വെയർ പ്രോഗ്രാമേഴ്സ് അതിൽ നിന്ന് മാറി സ്റ്റാർട്ട് ചെയ്ത പുതിയ കമ്പനിയാണ് ക്ലോഡ്. അപ്പൊ ChatGPT-യുടെ ആർക്കിടെക്ചറൽ ഡിസൈനും ബാക്കി കാര്യങ്ങളൊക്കെ അവർ അറിയാം. അപ്പൊ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് അറിയാവുന്ന ആൾക്കാരാണ് ക്ലോഡ് കൊണ്ടുവന്നത്. എന്താണ് പ്രധാനമായിട്ടും ക്ലോഡ് വന്നത്, ഈ ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഡാറ്റ മാനേജ് ചെയ്യാൻ ChatGPT മടി കാണിക്കാറുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടോക്കൺസ് അല്ലെങ്കിൽ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ മാനേജ് ചെയ്യാൻ വേണ്ടി ക്ലോഡിന് കപ്പാസിറ്റി ഉണ്ട്. ChatGPT-യും ക്ലോഡും തമ്മിലുള്ള വ്യത്യാസം, വിഷ്വലൈസേഷൻസ് ക്ലോഡിൽ അത്ര പവർഫുൾ അല്ല. ChatGPT-യിൽ വിഷ്വലൈസേഷൻ നല്ല സ്ട്രോങ് ആണ്. ഗ്രാഫ്, ചാർട്ട്, പിക്ചേഴ്സ്, ഇമേജ് ഒക്കെ ചോദിച്ചാൽ ChatGPT വളരെ ഈസി ആയിട്ട് ഔട്ട്പുട്ട് തരും. ക്ലോഡ് അങ്ങനെ തരാറില്ല. പക്ഷെ ക്ലോഡിന്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്കാൻഡ് സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്താൽ മൊത്തം അത് എക്സ്ട്രാക്ട് ചെയ്ത് OCR കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, അതായത് എക്സ്ട്രാക്ട് ചെയ്ത് ടെക്സ്റ്റ് ആക്കി അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്ത് ഔട്ട്പുട്ട് ഒക്കെ ക്ലോഡ് തന്ന് കാണാറുണ്ട്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് നടത്താൻ ഞാൻ ക്ലോഡ് ആണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഡാറ്റ മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ സോഷ്യൽ സയൻസിലേക്ക് PG ഡെസർട്ടേഷൻസ് ഒക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലെ ലിറ്റററി ടെക്സ്റ്റുകൾ ലിറ്റററി അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ ക്ലോഡിനുണ്ട്. ഡാറ്റ അനാലിസിസ് കപ്പാസിറ്റിയും ക്ലോഡിന് കൂടുതലാണ്. ഇന്നലെ ഒരു അപ്ഡേറ്റ് ക്ലോഡിന് വന്നിട്ടുണ്ട്. ക്ലോഡ് സൊന്നറ്റ് 4 അങ്ങനെ എന്തൊക്കെ, ഇതാണ് 3.5 സംതിങ് 3.7 ആയിരുന്നു. ഇന്നലത്തെ അപ്ഡേറ്റ് ആണ് ക്ലോഡ് ഓപ്പസ് 4ഉം ക്ലോഡ് സൊന്നറ്റും. മോർ മോഡൽസും ഇതിൽ അവൈലബിൾ ആണ്. ഈ 3.7ഉം 3ഉം 3.5 ഒക്കെ പ്രീവിയസ് മോഡൽസ് ആണ്. ലേറ്റസ്റ്റ് ഇതൊക്കെയാണ്, ക്ലോഡ് ഓപ്പസും സൊന്നറ്റും. പിന്നെ ഇതിൽ തന്നെ ക്ലോഡിന് ഏറ്റവും പ്രത്യേകത ഇപ്പോൾ വന്നിട്ടുള്ളത്, ChatGPT-ക്ക് ഉണ്ട്, ഇതിൽ കണക്ട് ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളൊരു പെയ്ഡ് വെർഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൂൾസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്സ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സാപ്പിയർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഈ ക്ലോഡും സാപ്പിയറും ഒക്കെ ഇപ്പോൾ ഇന്റഗ്രേഷൻ പറ്റും. ChatGPT-യും അതിപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിലെ എല്ലാ സാധനങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ ഒരു AI ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ ക്ലോഡ് ഗൂഗിൾ ഡ്രൈവുമായിട്ട് കണക്ട് ചെയ്താൽ എന്താണ് ഉപയോഗം? നമ്മുടെ ഗൂഗിൾ ഡ്രൈവില് ഒരു ഫോൾഡറിൽ ഒരു 10-200 ഡോക്യുമെന്റ് അല്ലെങ്കിൽ നാക് റിലേറ്റഡ് ക്രൈറ്റീരിയ 4ന്റെ മുഴുവൻ ഡോക്യുമെന്റും ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടെങ്കിൽ ആ ഗൂഗിൾ ഡ്രൈവിൽ സ്പെസിഫിക് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഫോൾഡറിന്റെ പാത്തൂടെ കൊടുത്തിട്ട് പറയുക, അതേ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4.1.2 അതിന്റെ ഡോക്യുമെന്റ്സ് അവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് ഗ്രാമർ കറക്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് തരിക, അല്ലെങ്കിൽ അത് അനാലിസിസ് ഡാറ്റ ക്ലീൻ ചെയ്ത് തരിക, അല്ലെ അതിന്റെ വിഷ്വലൈസേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരിക, അല്ലെങ്കിൽ കോളേജിനെ പറ്റിയുള്ള അതേ കഴിഞ്ഞ വർഷത്തെ ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ഇതാണ്, ഈ വർഷം കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് തരിക, ഇന്ന സാധനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആപ്സും അല്ലെങ്കിൽ ക്ലോഡും അത് തമ്മിൽ കണക്ഷനാണ്. അല്ലാതെ നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ജീവിതം, നമ്മൾ ജീവിതം കളറാകും എന്നൊക്കെ പറയാറില്ല, എന്നതുപോലെ AI ടൂൾസ് വളരെ ട്രിക്കി ആയിട്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമാകും. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളേ. ഇപ്പൊ ക്ലോഡില് ഡിഫറെന്റ് മോഡൽസ്, ക്ലോഡും നമുക്ക് ഫ്രീ അക്കൗണ്ട് നിങ്ങൾ ഇന്നൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ക്ലോഡിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഒക്കെ ജനറേറ്റ് ചെയ്ത് ജസ്റ്റ് നോക്കുക. ഫ്രീ വെർഷനിൽ കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും, എന്നാലും നിങ്ങളത് പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോ കോഡിങ്, ഇപ്പൊ എനിക്കറിയാവുന്ന ചില കൊളീഗ്സ് ഒക്കെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇന്റർനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ അവരുടെ സിസ്റ്റത്തില് അവരുടെ സിസ്റ്റത്തില് പ്രത്യേകം ടാബിൽ നോക്കുമ്പോൾ ChatGPT, ക്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഈ കോഡിങ്ങിന് സഹായിക്കുന്ന കുറെ AI ടൂൾസ് ലിസ്റ്റ്. എന്താണ്, ഇവർക്ക് ഒരുപാട് ലൈൻസ് ഉള്ള കോഡുകളായിരിക്കും, ഡിഫറെന്റ് യൂസ് കേസസിലുള്ള കോഡായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ബഗ് ഒക്കെ ഫിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവർ റൈറ്റ് ചെയ്തിരിക്കുന്ന കോഡിലെ എറേഴ്സ് കണ്ടുപിടിക്കാൻ, സജഷൻസ് കിട്ടാനും ഒക്കെ ഈ AI ടൂൾസ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ലൈവില് കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലോബൽ ഷിപ്പിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരിങ്ങനെ 3-4 ദിവസമായിട്ട് ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ
ഞാൻ എൻ്റെ ക്ലോഡിന്റെ യൂസർ ID പാസ്വേഡ് കൊടുത്തായിരുന്നു. അപ്പൊ ആ ക്ലോഡ് എടുത്തിട്ട് അവര് ചെയ്തുകൊണ്ടിരുന്ന ഈ കോഡ് പേസ്റ്റ് ചെയ്തിട്ട് ബഗ് ഡിറ്റക്ട് ചെയ്യാൻ പറഞ്ഞു. ഇന്നതായിരുന്നു, ഇന്ന സംഭവമാണ് ഔട്ട്പുട്ടായിട്ട് വരേണ്ടിയിരുന്നത്. പക്ഷെ കറണ്ട് കോഡിൽ അങ്ങനെ ഒരു സാധനം വരുന്നില്ല, എറർ കാണിക്കുന്നു. എന്താണെന്നൊക്കെ ക്വറി ചെയ്യുന്നുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ സോൾവ് ചെയ്ത് കിട്ടി. അപ്പൊ ഇതാണ് ഇനി AI ടൂൾസിന്റെ കപ്പാസിറ്റി. അപ്പൊ അതിന്റെ ട്രെയിനിങ് ഡാറ്റ അത്രത്തോളം കേപ്പബിൾ ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ വരെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മുടെ ഇന്റലക്ച്വൽ എന്താണ് കേപ്പബിലിറ്റീസ് വളരെ സമർത്ഥമായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ഒരു ലേൺഡ് കമ്പാനിയനായിട്ട് വർക്ക് ചെയ്ത് നമ്മളെ സൂപ്പർ ഹ്യൂമൻ ആക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത് ക്ലോഡ് നിങ്ങൾ യൂസ് ചെയ്യും. ഈ ക്ലോഡിലും ഈ ചാറ്റ് പേജും ഉണ്ട്, ദെൻ പ്രോജക്ട് പേജും ഉണ്ട്, ചാറ്റ് GPT പോലെ തന്നെ. അപ്പൊ പുതുതായിട്ടൊരു ലോങ് ടേം നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു വാലറ്റ് വേണമെങ്കിൽ പ്രോജക്റ്റിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ്, നൈം യുവർ പ്രോജക്റ്റ്. ഇപ്പോൾ സോഷ്യൽ ഓൺട്രപ്രീനർഷിപ്പ് കൊടുത്തു, നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റിയുള്ള എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്തിടുക, ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കണ്ടോ, ഇതിലും നോളജ് ഡാറ്റാബേസ്, നോളജ് ബേസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കുറെ ഡിവൈസ് ചെയ്യുന്ന കുറെ PDFs വേർഡ്സോ ഒക്കെ അല്ലെങ്കിൽ ടെക്സ്റ്റ് കണ്ടന്റ് ആഡ് ചെയ്യാം. ഗിറ്റ് ഹബിൽ പോയിട്ട് കോഡോ മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡാറ്റ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഡ്രൈവിൽ പോയിട്ട് സംഭവങ്ങൾ എടുക്കാം. ഇതെല്ലാം ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? വേറെ ഔട്ട്പുട്ടിൽ, അതായത് പ്രൈവറ്റ് ആയിട്ട് കിട്ടുന്നതാണ് സംഭവം. നമ്മൾ കൊടുക്കുന്ന ഫയൽസ് മാത്രം പെറൂസ് ചെയ്ത് അത് കണ്ടന്റ് അനാലിസിസ് ഒക്കെ നടത്തി ഔട്ട്പുട്ട് തരും. ഇതാണ് ഈ പ്രോജക്റ്റിന്റെ പ്രത്യേകത. ലോങ് ടേം സെർച്ചിങ്ങിനും യൂസിനും ഒക്കെ പ്രോജക്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പം തീസിസ് റൈറ്റിങ്ങിന് ചാപ്റ്റർ 1 വേണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ആക്കാം, ചാപ്റ്റർ 2 ഒരു പ്രോജക്റ്റ് ആക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റും ഒരെണ്ണത്തിൽ തന്നെ ആക്കിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് ഹിസ്റ്ററി റിമൈൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി. അപ്പോൾ ലോജിക്കലായിട്ടുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും ലോങ് ടേം യൂസിനും നമുക്ക് ഈ പ്രോജക്റ്റ് പേജുകൾ ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് ക്ലൗഡുമായി ബന്ധപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് തിരിച്ചു പോകാം, ചാറ്റ് GPTയിലേക്ക് തിരിച്ചു പോകാം. നമ്മളൊരു പേപ്പർ എഴുതാൻ അല്ലെങ്കിൽ ഒരു തീസിസ് എഴുതാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു ടോപ്പിക് വേണം. ടോപ്പിക് കണ്ടെത്താൻ ഏറ്റവും നല്ല ടൂള് AI ടൂളാണ്. ടോപ്പിക് കണ്ടെത്താനുള്ള സജഷൻ കിട്ടാനുള്ള ടൂള്. പ്രൈമറി ഫോക്കസ് എപ്പോഴും എക്സ്പേർട്സിന്റെ അടുത്ത് ചോദിക്കലാണ് ബെറ്റർ. കാര്യം ഒരു ഡിസിപ്ലിനിലെ കറണ്ട് ട്രെൻഡ്സ് അറിയുന്നത് ആ ഡിസിപ്ലിനിൽ ഡോയിൻ ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലെ പഴയ വൈസ് ചാൻസലർ, പുള്ളി നാനോ ടെക്നോളജിയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ്. എൽസെവിയറിന്റെ ഒരു ജേണലിന്റെ എഡിറ്ററുമാണ്. അപ്പൊ പുള്ളിയുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് നാനോയിൽ റിസർച്ച് ചെയ്യണം, ഒരു എമർജിങ് ടോപ്പിക്, ഒരു എമർജിങ് തീം പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു തരും. ഇപ്പൊ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ ഒരു മൈക്രോ സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു റിസർച്ച് ഗൈഡിന്റെ അടുത്ത് ചോദിച്ചാൽ ആ ഏരിയയിലുള്ള ടോപ്പിക്ക് നിങ്ങൾ പറഞ്ഞു തരും, അവര് പറഞ്ഞു തരും. അപ്പൊ അതാണ് ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ ആരെയും കിട്ടിയില്ല എങ്കിൽ സെക്കൻഡ് ചോദിക്കേണ്ടത് ആനുവൽ റിവ്യൂസ് ഓഫ് ജേർണൽസ് ഉണ്ട്. എന്റെ വോയിസ് ക്ലിയർ ആണ് അല്ലെ? ബ്രേക്ക് ഒന്നും വരുന്നില്ലല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. സെക്കൻഡ് നിങ്ങൾ നോക്കേണ്ടത് ആനുവൽ റിവ്യൂസ് ഓഫ് ജേർണൽസ്. എന്താണ് ഈ ആനുവൽ റിവ്യൂസ് ഓഫ് ജേർണൽസ്? ആ വർഷം എമർജിങ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ടോപ്പിക്സും സമ്മറി ആയിട്ട് ആനുവൽ റിവ്യൂസ് ഓഫ് ജേർണൽസിൽ കിട്ടും. ആരും നോക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എടുത്തു പറയുന്നത്. മറ്റൊന്ന് വെബ് സെർച്ച് വഴി കിട്ടും. നമുക്ക് കുറച്ചൊക്കെ സെർച്ചിങ് കേപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സ്പെഷ്യലൈസ്ഡ് ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ ഒരു ടൂളിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗെയിലിന്റെ ടോപ്പിക് ഫൈൻഡർ, ഗെയിൽ ടോപ്പിക് ഫൈൻഡർ. അത് ഉപയോഗിച്ച് നമുക്ക് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നീട് നോക്കിയാൽ ഇപ്പൊ അതെന്തോ കണക്ഷൻ വരുന്നില്ല. അല്ലെങ്കിൽ ഗെയിൽ ടോപ്പിക് ഫൈൻഡർ യൂട്യൂബിൽ അതിന്റെ ഇത് കിടപ്പുണ്ട്. അത് ജസ്റ്റ് നോക്കി നമ്മളൊരു കീവേഡ് കൊടുക്കുമ്പോൾ അത് അക്കാഡമിക് പേർപ്പസ് ഡാറ്റാബേസസ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു ടൈൽ ഫോമിൽ ഡിഫറെന്റ് ടോപ്പിക്സ്, കറന്റ്ലി ഓൺ ഗോയിങ് റിസർച്ച് ട്രെൻഡിങ് ടോപ്പിക്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യും.
അത് ഫർദർ ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ലേറ്റസ്റ്റ് പേപ്പേഴ്സ് കിട്ടും. അതാണ് ഈ ഗെയിൽ ടോപ്പിക് ഫൈൻഡർ. മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു AI ടൂളാണ് ആൻസർ ദിസ് എന്ന് പറയുന്ന ടൂൾ. ആൻസർ ദിസ് ടൂൾ ഇതും നിങ്ങൾ ഒരു ട്രയൽ വെർഷൻ എടുത്തു വെക്കുക. answerthis.io ഇതും കോംപ്രിഹെൻസീവ് റിവ്യൂ അങ്ങനെയുള്ള സാധനങ്ങൾ കുറെ യൂണിവേഴ്സിറ്റീസിന്റെ പേരൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ട്രയൽ വെർഷൻ എടുത്തിരുന്നു, $1 ആയിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനത് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. കോംപ്രിഹെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ ഇൻ സെക്കൻഡ്സ് അത് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിൽ AI റൈറ്റർ ഉണ്ട്, സെർച്ച് പേപ്പേഴ്സ് ഓപ്ഷൻ ഉണ്ട്, സൈറ്റേഷൻ മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഡയഗ്രാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ അതിൽ പ്രോജക്ട്സ് എന്ന് പറയുന്ന അവിടെ പോയിട്ട് ഞാൻ ചെയ്ത് നോക്കിയ ക്വറീസ് ഏതായിരുന്നു? ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ബയോഡൈവേഴ്സിറ്റി 21 ചെയ്ത് നോക്കിയതാണ്. അപ്പോ ഇതും ഹാലൂസിനേഷൻസ് തീരെ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് ഇത് ക്ലെയിം ചെയ്യുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റിസൾട്ട്സ് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി എ കോംപ്രിഹെൻസീവ് അനാലിസിസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് വന്നു. റെഫറൻസസ് എല്ലാം വന്നു. അതെല്ലാം ക്ലിക്കബിൾ റെഫറൻസസ് ആണ്. എല്ലാം വെരിഫൈഡ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡിഫറെന്റ് ഫോർമാറ്റ്സിൽ നമുക്ക് അവിടെ കിട്ടി. ഇതിൽ കണ്ട ഡിഫറെന്റ് സ്റ്റൈൽസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഞാൻ കണ്ടത് ഇതിന്റെ ബിബ്ലിയോമെട്രിക് അനാലിസിസ് ഇതിൽ പെട്ടെന്ന് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബിബ്ലിയോമെട്രിക് അനാലിസിസ് നമ്മൾ ഓസ് വ്യൂവർ ആറൊക്കെ ഉപയോഗിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ബിബ്ലിയോമെട്രിക് അനാലിസിസ് ഒക്കെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇപ്പോ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി വന്ന ഔട്ട്പുട്ട് എല്ലാം സെലക്ട് ഓൾ കൊടുക്കുക, ബിബ്ലിയോമെട്രിക് അനാലിസിസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇറ്റ് സ്റ്റാർട്ടഡ് ബിബ്ലിയോമെട്രിക് അനാലിസിസ്. അല്ല കണ്ടോ? പബ്ലിക്കേഷൻസ് ബൈ ഇയർ, ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളുടെ പേപ്പറിൽ യൂസ് ചെയ്യാം. സൈറ്റേഷൻസ് ബൈ ഇയർ, കമ്പൈൻഡ് പബ്ലിക്കേഷൻസ് ആൻഡ് സൈറ്റേഷൻസ്, സൈറ്റേഷൻ ഇമ്പാക്ട്, ആ വേർഡ് ക്ലൗഡ്, അബ്സ്ട്രാക്ട് വേർഡ് ക്ലൗഡ്, ടോപ്പ് ടേംസ്, ടോപ്പ് ഓതേഴ്സ്, ഓതർ ഇമ്പാക്ട്, ഇത്രയൊക്കെ പോരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ടൂള് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഇതിലും നിങ്ങളൊരു ട്രയൽ വെർഷൻ പറ്റുമെങ്കിൽ ഒന്ന് എടുക്കുക, ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് answerthis.io എന്ന് പറയുന്ന ടൂള്. ഒരുപാട് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, എല്ലാം ഞാൻ നോക്കിയിട്ടില്ല. ആസ്ക് എനി റിസർച്ച് ക്വസ്റ്റ്യൻ, ലിറ്ററേച്ചർ റിവ്യൂവിന് സ്പെഷ്യലൈസ്ഡ് പേജ് ഉണ്ട്. അപ്ലോഡ് PDF എന്ന് പറയുന്നത് നമുക്ക് തന്നെ PDFs അപ്ലോഡ് ചെയ്തിട്ട് ഇതിന്റെ അടുത്ത് ക്വറീസ് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഹാലൂസിനേഷൻ തീരെ കുറഞ്ഞിരിക്കും. ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞ ഒരു ബീറ്റ വെർഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതും ഈ റിസർച്ചുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് കിട്ടാനുള്ള ഒരു മോഡലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതാണ് answerthis.io. സോ അപ്പം ഗെയിലിന്റെ ടോപ്പിക് ഫൈൻഡർ answerthis.io. ഇനി നമുക്ക് നമ്മുടെ സാധാരണ ടൂളുകൾ ഇപ്പൊ ChatGPT എടുത്താൽ ഈസി ആയിട്ട് പുതിയ ടോപ്പിക്സുകൾ നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കമാൻഡ് കൊടുക്കുക, ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ, ഏത് ടോപ്പിക് ആണെന്നുള്ളത് ആ ടോപ്പിക്ക് കൊടുക്കുക. ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ യൂസ് ഓഫ് AI ടൂൾസ് ബൈ ഫാക്കൽറ്റി മെമ്പേഴ്സ്. എങ്ങനെയാണ് ഒരു പേപ്പർ എഴുതുക എന്നുള്ളതിന്റെ ഒരു പ്രാഥമിക സംഭവമാണ്. ആദ്യം ടോപ്പിക്ക് വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. സോ വി ആർ അബൌട്ട് ടു റൈറ്റ് പേപ്പർ ഓൺ ദ ഓഫ്ലൈൻ സെഷനിലെ സ്റ്റാർട്ട് റൈറ്റിംഗ്. ഓക്കെ, കോമൺ ആയിട്ട് ഒരു ടോപ്പിക് എടുക്കാം, സ്പെഷ്യലൈസ്ഡ് നിങ്ങളുടെ ഡൊമൈൻ വൈസ് ഉള്ള ടോപ്പിക് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് ഒരു സംഭവം കൊടുക്കുകയാണ്, എങ്ങനെയാണ് ഒരു പേപ്പർ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ബേസിക്സ് പറയുകയാണ്. ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ യൂസ് ഓഫ് AI ടൂൾസ് ബൈ faculty members. I want to write a research paper. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വറിയാണ്. ഇതിന് വേണമെങ്കിൽ സ്മാർട്ട് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ തുടക്കത്തിൽ പറഞ്ഞു, ഇതിനെ ജസ്റ്റ് സ്മാർട്ട് പ്രോംപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അത് തരും.
അങ്ങനെ ചോദിച്ചാൽ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അത് രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. So now I am just scribbling in act as an expert in use of AI tools by faculty members. I want to write a research paper. So other suggestion parayana detailed roadmap to help you write a research paper on the use of AI tools by faculty. Title suggestion parayananda. Empowering educators, the integration and impact of AI tools among faculty members. Adine localize cheyanam, geographically localize cheyanengil empowering educators, integration and impact of AI tools among faculty members of St. Kitts College or among faculty members in Mahatma Gandhi or colleges in Kottayam district. Engane vena maata. And AI in academia, adoption patterns and pedagogical impacts among faculty. ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് റിസർച്ച് ആർട്ടിക്കിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പബ്ലിഷ് ചെയ്തെടുക്കാനും പറ്റും. ബിലീവ് മീ, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം റെലവൻറ്റ് ടോപ്പിക്സ് ആണ്. Then bridging innovation and instruction, a study on faculty utilization of AI tools in higher education. In Kerala എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു പേപ്പർ എഴുതിയാൽ ഇന്റർനാഷണൽ ജേർണൽസിലേക്ക് അയക്കാൻ പറ്റും. ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു നാഷണൽ ലെവൽ ജേർണലിലേക്കൊക്കെ അയക്കാൻ പറ്റും. കൺട്രി വൈസ് സ്റ്റഡി ഡിഫറെന്റ് സോൺസിന്റെയും ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ആണെങ്കിൽ Q1 ജേർണലിലേക്കൊക്കെ അയക്കാൻ പറ്റും. എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്ത നല്ല ജേർണൽസിലേക്ക് അയക്കാൻ പറ്റും. എന്നിട്ട് റിസർച്ച് ഒബ്ജക്റ്റീവ്സ് അത് സജസ്റ്റ് ചെയ്യാണ് കണ്ടോ. Extent of adoption of AI tools, then the purposes for which faculty members use AI tools, perceived benefits, challenges, explore the influence of demographic factors. എല്ലാം വരുന്നു. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഇല്ല എങ്കിൽ ജസ്റ്റ് നമുക്ക് പറയാം, സജഷൻസ് അങ്ങോട്ട് കൊടുക്കാം. ഇന്ന സാധനം ഇതിൽ മിസ്സിംഗ് ആണ്, അതുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് ഒബ്ജക്റ്റീവ്സ് തരാൻ പറഞ്ഞാൽ അത് തരും. അത് വായിക്കാൻ നമുക്ക് ആൾറെഡി ഒരു നോളജ് ബേസ് ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കണം ആദ്യം. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മുടെ വായനയിൽ നിന്ന്, നമ്മുടെ കൊളീഗ്സിന്റെ ആയിട്ടുള്ള ചാറ്റിൽ നിന്ന്, എക്സ്പേർട്സുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് ഒക്കെ കിട്ടിയ കാര്യങ്ങൾ നോക്കിയിട്ട് അത്രയും വിജ്ഞാനം കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആംഗിളിലും ഡയമെൻഷൻസിലും ഒന്നുള്ള ത്രെഡ്സ്, റിസർച്ച് ലീഡ്സ് ഇത് തരും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 100 പുസ്തകങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ 100 റിസർച്ച് ഗൈഡിന്റെ ചോദിക്കുന്നതിനേക്കാളും ചിലപ്പോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ സജഷൻ ആയിട്ട് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഘട്ടത്തിൽ തരാൻ സാധ്യതയുള്ള കേപ്പബിൾ ആയിട്ടുള്ള ടൂൾസ് ആണ് ChatGPT. കഴിഞ്ഞ ദിവസം ഞാനൊരു കെമിസ്ട്രിയിലെ ഒരു റിസർച്ച് ഗൈഡിന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിയും ഇത് തന്നെയാണ് പറഞ്ഞത്. പുള്ളി വർഷങ്ങൾ കൊണ്ട് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ച് ഗൈഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പുതിയ ടോപ്പിക്കുകൾ വരുമ്പോൾ, ട്രെൻഡിങ് ടോപ്പിക്സ് വരുമ്പോഴൊക്കെ പുള്ളി സജഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഐഡിയാസും ലീഡ്സും ഒക്കെയാണ് ഇത്തരം ടൂൾസ് തരുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഡിഫറെന്റ് ഡിസിപ്ലിൻസിലുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കഷൻ ഉള്ള ആളായതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ആ രീതിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദെൻ പൊട്ടൻഷ്യൽ ഹൈപ്പോത്തസിസ് അത് പറയുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് യൂസ് ഓഫ് AI ടൂൾസ്, പിന്നെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, STEM, അങ്ങനെയാണല്ലോ STEMന്റെ അക്രോണിം വികസിപ്പിക്കുക. അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ദാൻ ഹ്യൂമാനിറ്റീസ്. ഇത് നോക്കി, ഏജ് ആൻഡ് ടീച്ചിങ് എക്സ്പീരിയൻസ് നെഗറ്റീവ്ലി കോറിലേറ്റ് വിത്ത് AI ടൂൾ അഡോപ്ഷൻ. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അത് തരുന്നുണ്ട്. മെത്തഡോളജി തരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, മിക്സ്ഡ് റിസർച്ച് മെത്തഡോളജി യൂസ് ചെയ്താൽ മതി. ഇൻസ്ട്രുമെന്റ് അത് വേണം, എത്ര ഫാക്കൽറ്റീസ്, സാമ്പിൾ സൈസ്, എന്തൊക്കെ ചെയ്യാം, അനാലിസിസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ സജഷൻസ്. ക്വാളിറ്റേറ്റീവിന് വേണ്ടി സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണോ, അങ്ങനെയുള്ള ഫാക്കൽറ്റി തീമാറ്റിക് അനാലിസിസ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ മാനുവൽ കോഡിംഗ്, NBO അല്ലെങ്കിൽ മാനുവൽ കോഡിംഗ് വഴി ചെയ്താൽ മതി. അങ്ങനെയുള്ള സജഷൻസ് എല്ലാം തരികയാണ്. കണ്ടോ, ഒരു 0-ൽ നിന്ന് ഒരു 1-2 മിനിറ്റുകൾ കൊണ്ട് അതിന്റെ മുഴുവൻ ഒരു സ്ട്രക്ചർ, ഒരു സ്കെലിട്ടൺ നമുക്ക് AI ടൂൾസ് തരികയാണ്. ഇതാണ് നമ്മുടെ ലൈഫ് കളറാക്കും എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി സർവേ ക്വസ്റ്റ്യനെയറിന്റെ എന്തൊക്കെ വേണമെന്നുള്ളത് ഇതേ തരുന്നുണ്ട്. ഉണ്ടോ, ഡാറ്റ അനാലിസിസ് എങ്ങനെ ചെയ്യണമെന്നുള്ള ഐഡിയാസ് തരുന്നുണ്ട്. പിന്നെ കീ റെഫറൻസസും ഒക്കെ ലിസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് റിയൽ ആണോ ഇല്ലേ എന്നൊക്കെ നോക്കുക. പിന്നെ പേപ്പർ സ്ട്രക്ചർ കണ്ടോ, എങ്ങനെ പേപ്പർ എഴുതണം എന്നുള്ള അതിന്റെ ഡീറ്റെയില്. ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യാം,
പിന്നെ അത് ചോദിക്കുന്നുണ്ടോ, ഡീറ്റെയിൽഡ് ലിറ്ററേച്ചർ റിവ്യൂ ക്രിയേറ്റ് ചെയ്യണമോ, സാമ്പിൾ ക്വസ്റ്റിനെയർ ക്രിയേറ്റ് ചെയ്യണോ, ഡാറ്റ അനാലിസിസ് ചെയ്യണോ, റിസർച്ച് പ്രപ്പോസ്, ഇതെല്ലാം ചോദിക്കുന്നുണ്ടോ. അപ്പൊ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മറ്റേ എന്താ മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്ന് പറയുന്നത് പോലെ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റിയുള്ള ധാരണ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവും. ഡാറ്റ അനാലിസിസിലേക്ക് നമുക്ക് പിന്നെ വരാം. ആദ്യം ബേസിക് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ആയി, ഹൈപ്പോത്തസിസ് ആയി, ഇനി ക്വസ്റ്റ്യനെയർ ചോദിച്ചാൽ ക്വസ്റ്റ്യനെയറിന്റെ സാമ്പിൾസ് അത് ക്രിയേറ്റ് ചെയ്ത് തരും. മെത്തഡോളജി ചോദിച്ചാൽ റിഫൈൻഡ് ആയിട്ടുള്ള മെത്തഡോളജീസ് അത് പറഞ്ഞുതരും. ക്വസ്റ്റ്യനെയർ ന്യൂ ആൻഡ് ഒറിജിനൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഹെൽപ്പ് മീ ഇൻ ക്രിയേറ്റിംഗ് എ ക്വസ്റ്റ്യനെയർ ഫോർ ദിസ് സ്റ്റഡി. 3-4 സ്റ്റഡി അവിടെ ലിസ്റ്റ് ചെയ്തിരുന്നല്ലോ അല്ലേ, അത് ഏതാന്ന് നോക്കുക. Bridging innovation and instruction, a study on faculty utilization of AI tools in higher education. Kerala specific എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം for the time being, for the purpose of demonstration. So എൻ്റർ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനെയർ കിട്ടും. സെക്ഷൻ ഡിഫറെന്റ് സെക്ഷൻ ആയിട്ട് ക്വസ്റ്റ്യനെയർ കിട്ടി. പെർസെപ്ഷൻ ഓഫ് AI tools, ethical and policies concerns, suggestion, future outlook. 20 ക്വസ്റ്റ്യൻ വന്നു. അത് ചോദിക്കുന്നുണ്ടോ, ഗൂഗിൾ ഫോമിലാക്കി തരുന്നുണ്ടൊക്കെ ചോദിക്കുന്നത്. എളുപ്പമായി, എല്ലാം എളുപ്പമായി. സാമ്പിൾ റെസ്പോൺസസ് പൈലറ്റ് ടെസ്റ്റിങ്ങിന് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിന് ലിക്വിഡ് സ്കെയിൽ റെസ്പോൺസ് ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് ആ മെത്തഡോളജി അറിയാമെങ്കിൽ ഇതെല്ലാം അത് പറഞ്ഞു തരും. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോയാൽ മതി. എനിവേ 20 ഡിഫറെന്റ് സെക്ഷൻ, 5-6 സെക്ഷനുള്ള 20 ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നു. ഇത് ആക്ച്വലി ഒരു ജനറൽ ക്വസ്റ്റ്യനെയർ ആണ്. ഇത് സ്പെസിഫിക്കോ അല്ലെങ്കിൽ ഒറിജിനലോ ആക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈറ്റിൽ ആൾറെഡി അവൈലബിൾ ആണ്. ഈ ടൈറ്റിൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ സ്കോളറിലോ അല്ലെങ്കിൽ മറ്റ് ഡാറ്റാബേസിലോ ഒക്കെ സിമിലർ സ്റ്റഡീസ് ഒരു 5-6, എൻ്റെ സജഷനിൽ ഒരു 10 സ്റ്റഡീസ് പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടെത്തുക. ആ 10 സ്റ്റഡീസിലും ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യനേഴ്സ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വേർഡ് ആക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് അപ്പൻഡിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ഉണ്ടോ, ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസോ ആ ഓപ്ഷൻ വെച്ചിട്ട് ഈ 10 ക്വസ്റ്റ്യനെയർ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന എന്തിനാ, എന്നിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കുക. ദീസ് ആർ ക്വസ്റ്റ്യനേഴ്സ് യൂസ്ഡ് ബൈ ഡിഫറെന്റ് റിസർച്ചേഴ്സ് who were researching on same topic or in same line of thought. So do a content analysis of all those questionnaires. Then അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കോമൺ തീംസോ അല്ലെങ്കിൽ എല്ലാവരും ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. കേരള സ്പെസിഫിക് ആയിട്ട് അഡീഷണൽ ആഡ് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംതിങ് ന്യൂ ആൻഡ് ഒറിജിനൽ നമ്മളും കുറച്ച് പോയിന്റ്സ് ഇട്ട് കൊടുക്കുക. ഫാക്കൽറ്റി മെമ്പേഴ്സിന് കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടൊന്നും കേരളത്തിൽ അധികം ഇല്ല, അല്ലെങ്കിൽ കേരളത്തിൽ എമർജിങ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ക്വസ്റ്റ്യനെയർ അതനുസരിച്ച് അത് ബേസ് ചെയ്ത് റീമോഡിഫൈ ചെയ്ത് റിഫൈൻ ചെയ്ത് കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഒരു പുതിയ സാധനം നമ്മളെ കിട്ടും. മറ്റേ നമ്മൾ പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിലാക്കി പ്രസന്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. മറിച്ച് കുറച്ച് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് അതിൽ നിന്ന് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് എന്നിട്ടില്ല ക്വസ്റ്റ്യനെയറിന്റെ റെഫറൻസും ഒക്കെ നമുക്ക് കൊടുക്കാം, ഇന്നൊക്കെ റെഫർ ചെയ്തതാണ്. ബട്ട് നോക്കുമ്പോൾ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ആ ക്വസ്റ്റ്യനെയറിൽ ഉണ്ടാവും, ആ ടൂളിൽ ഉണ്ടാവും. അങ്ങനെ ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. അതായിരിക്കും ഞാൻ നിങ്ങൾ നിങ്ങൾ ആ രീതിക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫോർ ദ പർപ്പസ് ഓഫ് ജനറേറ്റിംഗ് ആർട്ടിക്കിൾ, ക്രിയേറ്റിംഗ് ആർട്ടിക്കിൾ അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് പോകണമെന്നില്ല. മറിച്ച് മറ്റുള്ളവർ കാണുമ്പോൾ കുറ്റം പറയാതിരിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ നമുക്ക് വളരെ ഫ്ലഷി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ടൂൾസ്. ഇനിയിപ്പോ
ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ഒരു സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ഒക്കെ വേണമെങ്കിൽ അത് ചോദിക്കുക, അത് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഇന്റർവ്യൂ ഒക്കെ നടത്തണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചോദിക്കണമെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുക. അത് മെത്തഡോളജി റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് തരും. പിന്നെ ഇതിൽ ചോദിച്ചിരിക്കുന്നുണ്ടോ സാമ്പിൾ റെസ്പോൺസസ് ഫോർ പൈലറ്റ് ടെസ്റ്റിംഗ് വേണോ എന്ന് ചോദിക്കും. ഇതിനെ നമുക്ക് സിന്തറ്റിക് ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം, ഫേക്ക് ഡാറ്റ എന്ന് പറയാം, ഫിക്ടീഷ്യസ് ഡാറ്റ എന്ന് പറയാം. പൈലറ്റ് ടെസ്റ്റിങ്ങിന് സാധാരണ നമ്മൾ റിയൽ ആയിട്ട് കൊടുത്തിട്ടാണ് റെസ്പോൺസസ് പൈലറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ക്വസ്റ്റ്യനൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ, അനാലിസിസിന് പറ്റുന്ന രീതിക്കൊക്കെയാണ് കിട്ടുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിന്റെ ലൂപ്പ് ഹോൾസ് അറിയാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. ഇത് നമ്മൾക്ക് റിയൽ ആയിട്ടും ചെയ്യാം, റിയൽ ആയിട്ട് ചെയ്യണം തീർച്ചയായിട്ടും. മറിച്ച് ഇപ്പോ പൈലറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് സിമുലേറ്റ് ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ്. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് സിമുലേറ്റ് ചെയ്യാണ്. സാമ്പിൾ റെസ്പോൺസസ് തരാൻ പറയുകയാണ്. സോ ഇറ്റ് സ്റ്റാർട്ടഡ് അനലൈസിങ്. 10 ചോദിച്ചോണ്ട് ചിലപ്പോൾ സമയം എടുക്കും, കാര്യം 20 ക്വസ്റ്റ്യൻസ് ഇല്ലേ. അപ്പോ പത്തെണ്ണം അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 സിമുലേറ്റഡ് sample responses for a questionnaire, bridging innovation and instruction. These responses include diverse roles, disciplines, AI tool usage patterns, challenges and perceptions. Validate questionnaire reliability and clarity. അതൊരു എക്സൽ ഫയലായിട്ടോ CSV ഫയലായിട്ടോ വേണമെങ്കിൽ അതും തരും. ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. പൈലറ്റ് സ്റ്റഡി വന്നു. കേരള യൂണിവേഴ്സിറ്റി, കുസാറ്റ്, കാലിക്കറ്റ്, MG, IIT പാലക്കാട്, കേരള യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെസിഗ്നേഷൻ, ഏജ്, ജെൻഡർ, ഡിസിപ്ലിൻ, എക്സ്പീരിയൻസ്, നമ്മളെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ വന്നിട്ടുണ്ട്. ഉണ്ടോ, ടെസ്റ്റ് ചെയ്യാം. ഡാറ്റ ക്ലീനിങ്ങിൽ ആവശ്യം വരുന്നില്ല, ഡാറ്റ ക്ലീൻഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഇത് തരുന്നത്. ഇനിയിപ്പോ 100 റെസ്പോൺസ് ചോദിച്ചാലും ഇത് തരും. ഇപ്പൊ നമുക്ക് സമയമൊന്നും കിട്ടിയില്ല, ചുമ്മാ അതൊരു അൺഎത്തിക്കൽ കാര്യമാണ്. നമുക്കറിയാം, അല്ലെ, ഏകദേശം നമുക്കൊരു അസംഷൻ ഉണ്ടെങ്കിൽ, നമ്മളെ സ്റ്റഡിയുടെ കൺക്ലൂഷൻ ഇതായിരിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് പ്രോംപ്റ്റ് ചെയ്യാം. മൈ പോസിബിൾ കൺക്ലൂഷൻ വുഡ് ബി എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കൺക്ലൂഷൻ ബേസ് ചെയ്തിട്ട് റെസ്പോൺസസ് ട്വീക്ക് ചെയ്ത് തരാൻ പറഞ്ഞാൽ ഇത് ചെയ്തു തരും. ഇതാണ് ഈ ടെക്നോളജി ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്ന് പറയുന്നത്. അൺഎത്തിക്കലായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ChatGPT അല്ലെങ്കിൽ ഏത് AI ടൂളും. അതൊന്നും ചെയ്യാം, കുട്ടികൾക്കൊന്നും അങ്ങനെ എൻകറേജ് ചെയ്യിക്കരുത്. സിമുലേറ്റഡ് ഡാറ്റ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ ആസ്ട്രോണമിയിൽ, ബിസിനസ് ആൻഡ് മാനേജ്മെന്റിൽ, അങ്ങനെയൊക്കെ ഒരുപാട് സിമുലേറ്റഡ് ഡാറ്റ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മറിച്ച് നമ്മൾ നോർമൽ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന റിസർച്ചിനും റിസർച്ച് പേപ്പർ റൈറ്റിങ്ങിനൊന്നും സിമുലേറ്റഡ് ഡാറ്റ എടുക്കരുത്, ഫേക്ക് ഡാറ്റ എടുക്കരുത്. അപ്പോൾ ആ രീതിക്ക് എന്തായിരിക്കും പോസിബിൾ കൺക്ലൂഷൻ എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഡാറ്റ സെറ്റ് കിട്ടും. ആ ഡാറ്റ സെറ്റ് അനാലിസിസ് നടത്തുമ്പോൾ അത് തന്നെയായിരിക്കും കിട്ടുന്നത്. കാര്യം ഇത് ഒരുപാട് ഡാറ്റ ഒന്നുമില്ല, ഒരു 100 റെസ്പോൺസ് 200 റെസ്പോൺസ് അത്രയൊക്കെ ഉള്ളൂ. ഈ ChatGPTക്ക് ഒരു പ്രശ്നം അനാലിസിസ് ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പൊ 500 ഡാറ്റ സെറ്റ് വേണമെന്ന് ചോദിച്ചാൽ ഇത് തരില്ല. ഒരു 50 എണ്ണം തന്നിട്ട് മിണ്ടാതിരിക്കും. പിന്നെ നമ്മൾ പോയി പറയണം, അതെ 50 എണ്ണം അല്ലേ തന്നോളൂ, ബാക്കി എന്താ തരാത്തേന്ന് ചോദിക്കാൻ, ഓ ഞാൻ മറന്നുപോയി, ബാക്കി 50 ഇപ്പം തരാമെന്ന് പറഞ്ഞു. ബാക്കി ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനറേറ്റ് ചെയ്യും, വീണ്ടും 100 125 ആകുമ്പോൾ നിൽക്കും. ഇപ്പൊ വീണ്ടും നമ്മൾ പോയി തട്ടി വിളിക്കണം, 125 ആയിട്ടുള്ളൂ, ബാക്കി തന്നിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥ ChatGPTയിലുണ്ട്. കാര്യം അതിനറിയാം നമ്മൾ അതിനെ മെനക്കെടുത്താൻ വന്നിരിക്കുകയാണെന്ന് കൃത്യമായിട്ട് അതിന് ബോധ്യമുള്ളതുകൊണ്ട് ഭയങ്കര മടി കാണിക്കുന്ന ഒരു ടൂളാണ് ChatGPT. ക്ലോഡ് കുറച്ചുകൂടി ബെറ്റർ ആണ്. ഒരു 500 ഡാറ്റ സെറ്റ് ചോദിച്ചാൽ 200 ഒക്കെ എത്തിയിട്ടേ അത് റെസ്റ്റ് എടുക്കത്തുള്ളൂ. പിന്നെ അതിന് ജസ്റ്റ് റിമൈൻഡ് ചെയ്താൽ മതി, ബാക്കി തരും. അപ്പം ഇത്തരം ടൂളുകൾക്ക് കുറച്ച് കുറച്ച് വർക്ക് കൊടുക്കുക, ലാസ്റ്റ് അത് ക്ലബ് ചെയ്യുക എന്നുള്ളതാണ് നല്ല ഔട്ട്പുട്ട് കിട്ടാനുള്ള. അത് ഏതായാലും ഇപ്പൊ ഡാറ്റ ജനറേഷനായാലും അനാലിസിസിനായാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതാണ് സിമുലേറ്റഡ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം. പല ആൾക്കാരും ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്.
ഇനി അനാലിസിസിലേക്ക് വരുമ്പോൾ ഈ പേജിൽ തന്നെ നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഞാൻ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യില്ല, കാര്യം ഇതൊരു ജനറൽ പേജ് ആണ്. സ്പെഷ്യലൈസ്ഡ് ഡാറ്റ അനാലിസിസ് ടൂൾസ് അവൈലബിൾ ആണ്. ആ ടൂൾ എടുത്തിട്ട് അനാലിസിസ്, ഇവിടെ നമുക്കിപ്പോ എത്ര 10 റെസ്പോൺസ് കിട്ടിയല്ലോ അല്ലെ. ആ 10 റെസ്പോൺസ് വെച്ചിട്ട് ഡു എ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്. ഇനി നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചോദിക്കുക ഏതൊക്കെ അനാലിസിസ് നടത്താൻ എന്താണ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ചോദിക്കുക. എന്തൊക്കെ ചെയ്യാൻ ഇത് നോക്കിയാൽ അത് ഡിസ്ക്രിപ്റ്റീവില് അതിൽ ജനറൽ ട്രെൻഡ്സ് സമ്മറൈസ് ചെയ്യാൻ ഫ്രീക്വൻസി കൗണ്ട്സ്, പെർസെൻറ്റേജ്, ദെൻ മീൻ, മീഡിയൻ, മോഡ് അതൊക്കെ ഉപയോഗിക്കാം. ക്രോസ് ടാബുലേഷൻ യൂസ് ചെയ്യാം. അതിന്റെ യൂസ് എന്തൊക്കെയാണ്? പിന്നെ കൈ സ്ക്വയർ യൂസ് ചെയ്യാം. ദെൻ അത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, നോമിനൽ ഓർഡിനൽ വേരിയബിൾസ് നമ്മൾ ടെസ്റ്റിംഗ്, കോറിലേഷൻ അനാലിസിസ് പോസിബിൾ ആണ്, ക്രോസ് ടാബ് അനാലിസിസ് പോസിബിൾ ആണ്. ഇങ്ങനെ കുറെ സജഷൻസ് തരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഒരു ബേസിക് അവയർനെസ് അബൌട്ട് അനാലിസിസ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് ഓഫ് നോളജ് കുറച്ചുകൂടി ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ ആവാൻ സഹായിക്കും. ഇതേ ക്ലസ്റ്റർ ഓർ സെഗ്മെന്റ് അനാലിസിസ് നടത്താൻ പറ്റും. ഇനി നമുക്ക് ചോദിക്കാം, എന്ത് വേണേൽ ചോദിക്കാം. ഇപ്പൊ ഇതിലിപ്പോ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഡിസിപ്ലിൻ വൈസ് നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിപ്പോ സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഇതൊക്കെ ഈ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഡിസിപ്ലിൻ വൈസ് ചോദിക്കാം നിങ്ങൾക്ക്. ഇപ്പൊ NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ഡാറ്റ ഉണ്ട്, അപ്പൊ ഏത് രീതിക്കാണ് അത് അനാലിസിസ് നടത്താൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആ രീതിക്കുള്ള ആൻസർ അത് തരും. അപ്പൊ ഇതാണ് അനാലിസിസിന്റെ അവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഡു ദ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുക്കാം. നമുക്ക് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഇതിലെടുത്തിട്ട് സെഗ്മെന്റ് അനാലിസിസ് നടത്താൻ പറയാം, ലിക്കഡ് സ്കെയിൽ അനാലിസിസ് നടത്താൻ പറയാം, ഈ ക്രോസ് ടാബ് അനാലിസിസ് നടത്താൻ പറയാം, കോറിലേഷൻ എല്ലാം നടത്താൻ പറയാം. അപ്പൊ ഞാൻ മൂന്നാമത്തെ എടുത്തിട്ട് ഡു ദ അനാലിസിസ് എൻട്രി ചെയ്തു. ഇറ്റ് സ്റ്റാർട്ടഡ് അനാലിസിസ്. ഇതവിടെ സംഭവമൊക്കെ വന്നു. ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, ലെറ്റ് മീ നോ ഇഫ് യു വുഡ് ലൈക്ക് വിഷ്വലൈസേഷൻ ഓർ ഡീപ്പർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. അതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ വരികയാണ്. കംഫർട്ട് വേഴ്സസ് എക്സ്പീരിയൻസ്, സ്ലൈറ്റ് നെഗറ്റീവ് കോറിലേഷൻ, വന്നു. ഇനിതേ ലെറ്റ് മീ നോ ഇഫ് യു വാണ്ട് എ റിഗ്രഷൻ പ്ലോട്ട് ഫോർ എനി പെയർ ANOVA or chi-square ടെസ്റ്റ് റിസൾട്ട്. അത് ഏതെങ്കിലും ഒക്കെ വേണോന്ന് ചോദിക്കുക. ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇന്റർപ്രിട്ടേഷനും വന്നു ഉണ്ടോ. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അറിയാന്നുള്ള ഒരാളെ കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ധാരണ ഉണ്ടെങ്കിൽ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് മാത്രമേ പബ്ലിഷിംഗിലേക്ക് പോകാവൂ. ഇനി ഇതൊക്കെയാണ് ഇതിന്റെ കേപ്പബിലിറ്റീസ്. ഡാറ്റ അനാലിസിസ് നിങ്ങൾ ചെയ്യുമ്പോൾ എക്സ്പ്ലോർ GPTC പോയിട്ട് അവിടെ നിങ്ങൾ ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൂൾസ് ലിസ്റ്റ് ചെയ്യും കണ്ടോ. ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് AI, അഡ്വാൻസ്ഡ് ഡാറ്റ അനാലിസിസ്, data analysis, SPSS, data analysis, then qualitative research data analysis,
ആർ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ അനാലിസിസ്, എക്സലിന്റെ ഉണ്ട്. സി മോർ കൊടുത്താൽ ക്വാളിറ്റേറ്റീവ് വരെയാണെങ്കിൽ NVIDIA മാക്സ് QDയുടെ പ്ലഗിൻസിൽ അവൈലബിൾ ആണ്. പൈത്തൺ ഉണ്ട്. ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്കവിടെ ഡാറ്റ സെറ്റ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തസിസ് എല്ലാം ഈ പുതിയ പേജിലേക്ക് അതിന്റെ നോളജ് ബേസിലേക്ക് ആഡ് ചെയ്തിട്ട് പ്രോംപ്റ്റുകൾ കൊടുത്താൽ ഇന്റർപ്രിട്ടേഷൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മൾക്ക് കിട്ടും. ഇത് നിരവധി ആൾക്കാർ ഈ പ്ലഗിൻസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ അനാലിസിസ് നടത്തുന്നുണ്ട്. അവർ പേപ്പേഴ്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് പബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഗതിയിൽ പേപ്പേഴ്സിൽ മെൻഷൻ ചെയ്യണം, ഇന്ന ടൂള് ഇന്ന വെർഷൻ ഉപയോഗിച്ചെന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജേർണൽസിന്റെ ഓതർ ഗൈഡ് ലൈൻസിൽ പോയി നോക്കിയിട്ട് AI ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ അനാലിസിസ് സമ്മതിക്കുന്നുണ്ടോ, പെർമിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഡാറ്റ അനാലിസിസിന് കുറേ ജേർണൽസ് സമ്മതിക്കുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്തരം ജേർണലിൽ കൺവെൻഷണൽ ടൂൾസ് തന്നെ ഉപയോഗിക്കും. SPSS ഇന്ന വെർഷൻ ഉപയോഗിച്ചു എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ബട്ട് ഇവിടെ നിങ്ങൾക്ക് SPSSന്റെ പ്ലഗിൻ അവൈലബിൾ ആണ്. ഉണ്ടോ? അതായത് നിങ്ങൾ SPSS കൺവെൻഷണൽ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്താലും കിട്ടുന്ന ഔട്ട്പുട്ടും ഇതും തമ്മിൽ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ആർ ഉപയോഗിക്കണമെങ്കിൽ ആറും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ടൂൾസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇതില് വളരെ റിഫൈൻഡ് ആയിട്ടും ഹൈ എൻഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഒരു ഔട്ട്പുട്ട് വരണമെങ്കിൽ ഇതിന്റെ എന്റർപ്രൈസ് വെർഷൻ ഉണ്ട്. ChatGPTയുടെ എന്റർപ്രൈസ് വെർഷൻ, അത് $200 പെർ മന്ത് തന്നെ ഉണ്ടാവും. അതിലാവുമ്പോൾ ഹൈ ക്വാളിറ്റി റിസർച്ച് ഡാറ്റ അനാലിസിസ് പോസിബിൾ ആണ്. അത് എല്ലാത്തിനും അവൈലബിൾ ആണ്. ക്ലോഡിനും അത്തരം എന്റർപ്രൈസ് വെർഷനൊക്കെ അവൈലബിൾ ആണ്. ബട്ട് നോർമൽ റിസർച്ച് കേസിന് നമ്മുടെ കോണ്ടെക്സ്റ്റിലൊക്കെ ഇത് തന്നെ ധാരാളം മതി എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും അനാലിസിസിന് സജസ്റ്റ് ചെയ്യുന്ന വേറൊരു ടൂൾ ഉണ്ട്. ആ ടൂളിന്റെ പേരാണ് ജൂലിയസ് എന്ന് പറയുന്ന ഒരു ടൂൾ. ജൂലിയസും നിങ്ങളൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ജൂലിയസിന്റെ പ്രത്യേകത, ഇത് അനാലിസിസിന് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു AI ടൂളാണ്. ഇതിന്റെ ബാക്ക് എൻഡിൽ ആറും പൈത്തണും ആണ് വർക്ക് ചെയ്യുന്നത്. ആ മോഡൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റും. പല യൂണിവേഴ്സിറ്റീസും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരത് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനാലിസിസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു പെയ്ഡ് വെർഷൻ ഓഫ് ജൂലിയസ് എടുത്തിട്ട് നിങ്ങൾ കൺവെൻഷണൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ അനാലിസിസ് ചെയ്യുക, ജൂലിയസ് ഉപയോഗിച്ച് ചെയ്യുക. യു ക്യാൻ ഫൈൻഡ് ദാറ്റ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ആണ്. ലൈറ്റ്നിങ് സ്പീഡിൽ അനാലിസിസ്, വിഷ്വലൈസേഷൻസ്, ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ജൂലിയസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ബെറ്റർ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനും ഔട്ട്പുട്ടും ഒക്കെ ജൂലിയസിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ യൂസ് കേസസ് പലതും സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഡാറ്റ സയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടുത്തെ ആ ഡാറ്റ സെറ്റ് ഒക്കെ നോക്കുക. അതിന്റെ അനാലിസിസ് ജൂലിയസിൽ നിന്ന് കിട്ടിയ സാധനം ഒന്ന് പെറൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് ഓഫ് ഹൗ ടു ഡു അനാലിസിസ് യൂസിങ് AI ടൂൾസ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ കുറച്ച് മറ്റ് ടൂൾസും ജേർണലിന്റെ എന്താണ് സ്ട്രക്ചർ അനുസരിച്ച് എങ്ങനെ AI ടൂൾസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം, ലിറ്ററേച്ചർ റിവ്യൂ എങ്ങനെ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഡേ പറയാം. അപ്പോൾ ഇന്ന് പറഞ്ഞതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഡേ പറയുന്നതും പ്രാക്ടീസ് ചെയ്തിട്ട് ഓഫ്ലൈനിൽ നമ്മൾ റൈറ്റ് ഫ്രം ബിഗിനിങ് ടെക്നിക്കൽ സെഷനാണ്. ഓരോരുത്തരും അവരുടെ ടോപ്പിക്ക് ആൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാം. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. മിനിമം ഒരു 5 ആൾക്കാരെങ്കിലും ഈവനിങ്ങോട് കൂടി അന്ന് ആർട്ടിക്കിൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാധാരണ ഗതിയിൽ ഒരു 10-20 ദിവസം കൂടെ കഴിയുമ്പോൾ അത്യാവശ്യം ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാർ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പകുതി ആൾക്കാർ ചെയ്യാറില്ല, അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ അത്തരം ഔട്ട്പുട്ടുകൾ കിട്ടത്തുള്ളൂ. നൗ ഐ തിങ്ക് വി ക്യാൻ ഹാവ് ദ ഡിസ്കഷൻ. യു ക്യാൻ ആസ്ക് എനിത്തിങ്. Hello. Anyone, do you have any question? Any queries can put forward now. It's time for question answer section.
Anyone, please come forward. സാറേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ചാറ്റ് ജി പി ടിയിൽ അനാലിസിസ് സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മളൊരു പിള്ളേർ ചെയ്യുന്ന പ്രൊജക്ടിന്റെ വ്യൂ പോയിന്റിലാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പിള്ളേർ ഒരു 100 ഡേറ്റാസ് കളക്ട് ചെയ്തു. അവര് ഗൂഗിൾ ഫോമിൽ കളക്ട് ചെയ്ത ഡേറ്റ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ആ എക്സൽ ഷീറ്റ് നമുക്ക് ഈ ചാറ്റ് ജി പി ടിയിലേക്ക് അപ്ലോഡ് ചെയ്ത് നമുക്ക് അതിന്റെ അനാലിസിസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പറ്റും. അപ്പൊ ഈ ഫ്രീ പിള്ളേർ നോക്കുമ്പോ അത് ഫ്രീ വേർഷൻസ് ആയിരിക്കുമല്ലോ നോക്കുന്നത്. ഫ്രീ വേർഷൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഫ്രീ ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അതൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളൊന്ന് നോക്കണം. ഞാനിപ്പം കാണിച്ച ആ ഇന്റർഫേസ് തന്നെയാണ്. അതിൽ ഡാറ്റ അനാലിസിസ്, ബേസിക് അനാലിസിസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ മോർ ഡാറ്റ ഒക്കെ അപ്ലോഡ് ആവോ ഇല്ലെന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ സാർ, കാണിച്ച സ്ക്രീനിൽ ഞാൻ അന്നേരം നോക്കുന്നുണ്ട്, ചിലതൊന്നും കാണുന്നില്ല. ചിലപ്പോ ഫ്രീ വേർഷൻ ആയോണ്ടായിരിക്കും. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു സർ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഒരു പെയ്ഡ് വെർഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ലേണിംഗ് എടുക്കുന്നത് നല്ലതാണ്, ഒരു മാസത്തേക്കെങ്കിലും. ഓക്കെ സാറേ, അതേപോലെ തന്നെ ഇപ്പം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുമ്പോൾ നമുക്ക് പല സ്റ്റൈൽ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ തീമാറ്റിക് സ്റ്റൈൽ, അങ്ങനൊക്കെ ചെയ്ത് കിട്ടുമോ? കിട്ടും. ഏത് സ്റ്റൈലും ചോദിച്ചാൽ അത് കിട്ടും. ഓക്കെ, താങ്ക് യു. ഞാനത് കാണിച്ചു തരാം, നെക്സ്റ്റ് ഡേ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. So I think it's time to wind up today's section, as it is 12:30 and it's lunch time. So nothing more. As we have come to the end of today's enlightening section, it's my privilege to convey a word of thanks. First and foremost, I extend my heartfelt gratitude to Mr. Jasumuddin, yes, librarian of St. Stephen's College, Uravur, for his incredible, insightful and engaging section of today's. Many things were new to me. To be frank, some tools like Consensus, Size, Space, Cloud, Julius for analysis tool, and the ethical and unethical side of using ChatGPT and similar tools were made clear. Your expertise and clarity have provided us with valuable ideas about the new AI tools. Thank you, sir. Thank you so much for your valuable thoughts and thought-provoking words. Thank you, sir. A sincere thanks to our principal, Dr. Matthew Jacob, for his encouraging remarks and unwavering support for this program. Thank you, sir. I thank our Dean, Dr. Anthony Jacob Joseph K, for his inspiration. I also thank Dr. Ambli Merlin Kurula. Thank you for the warm and graceful welcome that sets tone for today's program. Finally, let me thank all the faculty members for their valuable presence. Thank you once again. And as it's the lunch time, have your lunch, enjoy lunch. Thank you once again, sir. Thank you all. താങ്ക് യു. പക്ഷേ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ അതിലൊന്ന് ആഡ് ചെയ്യണേ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാമല്ലോ. എന്നിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പേഴ്സണലായിട്ട് അയക്കുകയോ ഗ്രൂപ്പിൽ ഇടുകയോ ചെയ്യാം. എല്ലാവരും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടൂൾസ് എല്ലാം അക്കൗണ്ട് എടുത്ത് വർക്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഒരു സജഷൻ. Sir, prevailing WhatsApp group illa. I shall share your numbers to all the faculty members. Okay. Fine. Thank you, sir. Thank you so much. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ശരി. Thank you all for your valuable presence once again. So have your lunch. Enjoy your lunch.